നമസ്കാരം. രാജ്യത്തെ പ്രമുഖ ഒഡീസി നർത്തകിയും മലയാളത്തിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളുടെ സിനിമയിൽ സജീവമാകുന്ന സന്ധ്യ മനോജാണ് നമ്മുടെ അതിഥിയായി ഇന്നെത്തിയിട്ടുള്ളത്. സന്ധ്യയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമസ്കാരം. നമസ്കാരം. വളരെ യാദൃച്ഛികമായിട്ടാണ് സിനിമയിലേക്ക് വരുന്നത് അല്ലേ? രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു നർത്തകിയാണ്. മറ്റു പല മേഖലകളിലും ഒക്കെ തന്നെ സജീവമായിട്ട് നിൽക്കുമ്പോഴാണ് സിനിമയിലേക്ക് വരുന്നത്. എങ്ങനെയാണ് ആ സിനിമയിലേക്കുള്ള, ഒത്തിരി പറഞ്ഞതാണെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും പുതിയ പ്രേക്ഷകർക്ക് കാണാൻ? തീർച്ചയായിട്ടും നമ്മുടെ ജീവിത എന്താ പറയാ, ഒരു സ്റ്റോറി ലൈൻ എത്ര പറഞ്ഞാലും അത് ഒരിക്കലും നമുക്ക് ബോറടിക്കാൻ പാടില്ല. സിനിമ എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്ത് വന്നതല്ല. ഈവൻ ബിഗ് ബോസ് പറയുന്ന ഷോ പോലും കോവിഡ് സമയത്ത് നമ്മൾ സ്റ്റക്കായ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ കൂടെ FB ലൈവും ഇൻസ്റ്റാ ലൈവും ഒക്കെ ആയിട്ട് നമ്മൾ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു സ്റ്റേജിൽ കയറി പെർഫോം ചെയ്ത് കഴിഞ്ഞ ആ ഓഡിയൻസിന്റെ കൈത്തട്ടൽ വാങ്ങുന്നതിന് ശേഷമുള്ള ഒരു വീട്ടിപ്പോക്കുണ്ട്. അതൊരിക്കലും നമുക്ക് എവിടെയും എത്ര കമന്റ്സ് വന്നാലും എത്ര ലൈക്സ് വന്നാലും ആ ഡോപ്പമിൻ കിട്ടില്ല. അപ്പോ പിന്നെ നമുക്ക് മനസ്സിലായി തുടങ്ങി ഇത് അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിന്റെ കാര്യം ഫസ്റ്റ് വേവ് വന്നു, സെക്കൻഡ് വേവ് വന്നു. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ചെറിയ ടെൻഷൻ കയറി. കാര്യം നമ്മൾ എത്ര ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ ഒപ്പം എല്ലാ, അതായത് ടോപ്പ് ടയേഴ്സ്, സെക്കൻഡ് ടയേഴ്സ് എല്ലാവരും ഒരേപോലെ ഡെസ്പറേറ്റ് ആയി. അപ്പൊ തിരിച്ച് കോവിഡ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സ്റ്റേജിലേക്ക് വരുമ്പോൾ വീണ്ടും ഏത് ലെയറിൽ നിന്നാണ് ഏത് ലെവലിൽ നിന്നാണ് നമുക്ക് അറിഞ്ഞുകൂടാ. കാര്യം നമ്മൾ വിട്ടുപോയ സ്ഥലത്ത് നിന്ന് തന്നെ തുടങ്ങാൻ പറ്റും എന്നുള്ളൊരു എന്താ പറയാ, ഒരു ഓവർ കോൺഫിഡൻസ് ഒന്നും ഒരിക്കലും ഞാൻ എടുക്കാറില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇത്രയും നാൾ ചെയ്ത കഷ്ടപ്പാടും പിന്നെ കോവിഡ്, അത് കഴിഞ്ഞ് വീണ്ടും അത് റീസ്റ്റാർട്ടാണോ എന്താണ് എവിടെയാണ്, അങ്ങനെ ഒരു നമ്മളൊരു ലോസ്റ്റ്. എത്രയൊക്കെ കോൺഫിഡൻസ് ഉണ്ടെങ്കിലും വി ആർ ഓൾ ലോസ്റ്റ്. പിന്നെ അങ്ങനെ പതർച്ചയുടെ ഒരു നാട്ടിൽ നിന്ന് ഒരു കോള് വന്നു. നമ്പർ നാട്ടിൽ നിന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മനോജ്, എന്താ വെച്ചാൽ അച്ഛനമ്മമാരുണ്ട്, നമുക്ക് പേടിയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്നാണ്. നിങ്ങൾക്ക് ഇപ്പോഴും ബിഗ് ബോസിൽ താല്പര്യമുണ്ടോ? ഇപ്പോഴോ? ഞാനപ്പോ ഇങ്ങനെ ബിഗ് ബോസ്, നമ്മള് യോഗയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കോള് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ഞാൻ മലേഷ്യയിലാണ്. അല്ല, സൂം ഇന്റർവ്യൂ ഉണ്ട്, എന്നിട്ട് നോക്കാം. അപ്പൊ അങ്ങനെയായിരുന്നു ആ പ്രോസസ്. അത് എല്ലാം ഒരു എന്താ പറയാ, ഇൻസ്റ്റന്റ് ഡിസിഷൻ ഉണ്ടാക്കണം. യാദൃശ്ചികമാണ്. പിന്നെ അതുപോലെ ഇതിലേക്ക് ഒരു എന്താന്ന് പോലും എനിക്ക് പ്രോപ്പർ ആയിട്ട് അറിയില്ല. എനിക്ക് ഷിയാസിന്റെ വീഡിയോസ് ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു എന്താ പറയാ, ഒരു സ്ട്രാറ്റജിക്കൽ സംഗതികളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, കുറെ പേരെ വീട്ടിലകത്ത് ഇടുന്നു, അവർക്ക് എന്തെങ്കിലും ടാസ്ക് കൊടുക്കുന്നു, അതിന്റെ പേരിലുള്ള തർക്കങ്ങൾ. ഇതാണ് നമ്മുടെ ഒരു ഓവർവ്യൂ. അതാണ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എക്സിറ്റ് അടിച്ചു വരേണ്ടി വന്നു. ചെന്നൈയിലിരുന്ന് ഫസ്റ്റ് ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്ത് കാണാൻ തുടങ്ങിയപ്പോഴാണ് ഈശ്വര ഇതാണ് സംഭവം എന്ന് മനസ്സിലായത്. പക്ഷെ ഹാവിങ് സെഡ് ദാറ്റ്, നമുക്ക് നമ്മളെ ഒരു പരിധി വരെ അറിയാമല്ലോ.
അറിയാവുന്ന പരിധിയിൽ ഞാൻ എഴുതി വെച്ചു. ഞാൻ എവിടെയാണെങ്കിലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പൊ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ പുറത്തിറങ്ങി വരുമ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു സാധനം എനിക്ക് ജേർണലിംഗ് ഉണ്ട്. ഞാൻ ഒരു ഫോൾ അല്ലെങ്കിൽ ഒരു വീഴ്ച എന്ന് പറയുന്നത് ആസ് എ ആർട്ടിസ്റ്റ് ഞാൻ ഓഡിയൻസിനെ പഠിക്കാൻ വിട്ടുപോയി. അത് ഞാൻ കണക്കിലെടുത്തില്ല. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ. പക്ഷെ ഓഡിയൻസിനെ ഇപ്പൊ ചിന്തിക്കുമ്പോഴും ഓഡിയൻസിനെ പഠിച്ചിരുന്നെങ്കിൽ പോലും അതൊരു റിയാലിറ്റി ഷോ ആയതുകൊണ്ട് ഞാൻ ഐ വുഡ് ഹവ് റിമെയിൻ ദ സെയിം. വലിയ മാറ്റങ്ങൾ വരുത്താൻ വഴിയില്ല. അപ്പൊ അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴാണ് സിനിമയിലേക്ക് വരുന്നത്. ബിഗ് ബോസിന്റെ അനുഭവങ്ങൾ ശരിക്കും സന്തോഷകരമായിരുന്നു. എനിക്ക് ഭയങ്കര ഞാൻ അതിനെ കണ്ടിരുന്നത് ഒരു റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ഒരു ഗെയിം ഷോ എന്നതിനുപരി ഒരു മൈൻഡ് ഗെയിം ആയിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതിനെ ശരിക്കും നമ്മൾ അങ്ങനെ ഒന്ന് വ്യൂ ചെയ്യുകയാണെങ്കിൽ ഒരാളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്സസ്, ഇമോഷണൽ കോഷ്യന്റ്, IQ എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് എവിടെ എങ്ങനെ അങ്ങനെ നമ്മൾ എടുക്കാൻ തുടങ്ങിയ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ പ്രോഗ്രാമാണ്. ആൻഡ് ആസ് എ പാർട്ടിസിപ്പൻറ്റ് ഓർ എ കണ്ടസ്റ്റന്റ് അത് ഭയങ്കര രസമാണ്. ഇവിടെ ഇങ്ങനെ പറഞ്ഞാൽ ഓക്കെ ദാറ്റ് പേഴ്സൺ ഇസ് ഗെറ്റിംഗ് അഫക്റ്റഡ്. അപ്പം നമ്മൾ ഈ ബിഹേവിയേഴ്സ് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം എനിക്ക് ഒരു ആദ്യത്തെ 2 ആഴ്ച എനിക്ക് ആരെയും അറിയില്ല, ഇതെന്താണ് ഈ ഷോ എങ്ങനെയാണ്. നമ്മൾ കംഫർട്ടബിൾ ആയപ്പോൾ എനിക്ക് അതാണ് കൂടുതൽ അപ്പീലിംഗ് ആയിരുന്നത്. പിന്നെ ഓക്കെ ബാക്കി എല്ലാവരും ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ പുറത്ത് എങ്ങനെയാണ് ഇതിനെ വീക്ഷിക്കുന്നത്, എനിക്ക് അതിനെ കുറിച്ച് വലിയ വേവലാതി ഉണ്ടായിരുന്നില്ല. ഐ വാസ് ജസ്റ്റ് amazed and amused to see the behavioral patterns. ഒരു പക്ഷേ ഒരു ഡാൻസർ ആയതുകൊണ്ട് എനിക്ക് ഈ ക്യാരക്ടർ സ്റ്റഡി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇങ്ങനെ ഡിഫറെന്റ് സ്വഭാവങ്ങളും പിന്നെ കോവിഡിന്റെ സമയത്തുകൊണ്ട് നമുക്ക് ആകെ കുറച്ച് പേരെ കിട്ടിയിരുന്നു. ഇപ്പൊ പെട്ടെന്ന് ഒരു 14 ചാനൽ ഓപ്പൺ ആയി. സോ ഐ വാസ് വെരി എക്സൈറ്റഡ്. പക്ഷെ പുറത്ത് അതൊരു മൈൻഡ് ഗെയിം അല്ല, അതൊരു റിയാലിറ്റി ഷോ ആണ്, TRP ഉള്ള ഷോ ആണ്. അതിന്റെ കാണുമ്പോഴെങ്ങനെയാണ് അതിനെ കണ്ടിട്ടുള്ളത്? പിന്നീടുള്ള ഷോയെ അതായത് ഞാനിപ്പോ കഴിഞ്ഞ സീസൺ ഞാൻ കണ്ടില്ല. കാര്യം എവിടെയോ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു റേറ്റിംഗ് ബേസിസ് കണ്ടന്റ് പോകുന്നത് ഒരു ആരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗത്തേക്കല്ല എന്ന് എനിക്ക് തോന്നി. കാര്യം എല്ലാത്തിനും നമ്മൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ വേർ ഇസ് എ വാല്യൂ ഇൻ ഹൂ യു ആർ. അപ്പോൾ ആ ഒരു എലിമെന്റ് ഓഫ് നമ്മുടെ തന്നെ ഒരു പേഴ്സണാലിറ്റി കാവിങ് അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഒരാള് ബഹളം ഉണ്ടാക്കിയാലാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അതെനിക്കത് അത്ര ശരിയായിട്ട് തോന്നിയില്ല. അപ്പൊ കുറെ കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ അതൊരു റിപ്പീറ്റ് ഫാക്ടർ ആയിട്ട് തോന്നി. ഇല്ല, അത് ഞാൻ പറയില്ല. കാര്യം ഞാൻ അതിൽ കൂടെ വന്നതാണ്. ബോറൻ പരിപാടി എനിക്കാണ്. പരിപാടിയുടെ സ്ട്രക്ചർ ഇപ്പോഴും നല്ലതാണ്. പക്ഷെ അതിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാര് ഇപ്പം ഞങ്ങളുടെ സീസണിൽ എനിക്ക് തോന്നുന്നത് ഇതുവരെ ഉണ്ടായിരിക്കുന്ന സീസണിൽ ഞങ്ങളുടെ സീസണിൽ ആ ഒരു മേൽ കീഴ് വ്യത്യാസം അല്ലെങ്കിൽ ഒരു ഡിഫറൻസസ് ഉള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. അതിപ്പോ സൊസൈറ്റി ബേസ്ഡ് നോക്കുകയാണെങ്കിലും ഇപ്പം ഭാഗ്യലക്ഷ്മി ചേച്ചി പോപ്പുലർ, നോബി, മണിക്കുട്ടൻ, അങ്ങനെ കുറെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ. ഞങ്ങളെ പോലെ കുറച്ച് കഴിവുണ്ട് പക്ഷെ കംപ്ലീറ്റ്ലി അൺനോൺ ആൾക്കാർ. ഞാൻ ഏതോ മലേഷ്യയിൽ കടന്നു വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി ഓഫ്. പക്ഷെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒഡീസി നർത്തകിയായിരുന്നു അല്ലേ? നർത്തകർക്ക് മാത്രം അല്ല, പൊതുവായി അറിയാമായിരുന്നല്ലോ. മലയാളിയായിട്ടുള്ള ഒഡീസി നർത്തകരാരും ഇല്ലല്ലോ അല്ലേ? ഉണ്ടോ? എന്റെ അറിവിലില്ല. ഇപ്പൊ എന്നാലും ഞാൻ പറയുന്ന ഒരു സിനിമ ഫീൽഡിലോ അല്ലെങ്കിൽ ഒരു TV മേഖലയിലോ കുടുംബ പ്രേക്ഷകർക്ക് അത്ര സുപരിചിതമായിരുന്നില്ല. ആർക്കും അറിയില്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എന്റെ നാട്ടുകാർക്ക് ഒരു 2 കിലോമീറ്റർ റേഡിയസ് വരെ എന്നെ തന്നെ അറിയും. പിന്നെ വെളിയിലറിയാം. ഇപ്പൊ മലേഷ്യയിൽ വോട്ടിംഗ് ഉണ്ടായിരുന്നില്ല. എന്റെ ഹസ്ബൻഡ് കരഞ്ഞു പിടിച്ചു വെച്ചു, ഒന്ന് മലേഷ്യയിൽ വോട്ടിംഗ് ഓപ്പൺ ആക്കാമോ. ഗൾഫിൽ നിന്നും എനിക്ക് ഒരുപാട് കിട്ടിയാണ്. കാര്യം അപ്പൊ ഞാൻ എന്നെ കണ്ടത് അങ്ങനെയാണ്. ഞാനൊരു ഷോയിൽ പോയി നിൽക്കുമ്പോൾ സന്ധ്യ മനോജ് എന്ന പേഴ്സണാലിറ്റിക്ക് ഉപരി ഞാൻ പ്രതിനിധീകരിച്ചുകൊണ്ട് നിൽക്കുന്ന കുറേ സെക്ടേഴ്സ് ഉണ്ട്. അമ്മയാണ്, വൈഫാണ്, യോഗ ടീച്ചറാണ്, ഡാൻസറാണ്, NRI ആണ്. അപ്പോൾ ആ സെക്ടേഴ്സിന്റെ എല്ലാം ഒരു വോയിസിൻ പ്രതിനിധി അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റണം. അപ്പോൾ എന്ത് ഇഷ്യൂ എൻ്റെ നേർക്ക് വന്നിട്ടുണ്ടോ ഞാൻ ആ ഒരു റെപ്രസെൻറ്റേഷനെ എഗൻസ്റ്റ് ആയിട്ടാണ് ഞാൻ പ്രതികരിച്ചിരിക്കുന്നത്. അല്ലാതെ
നിങ്ങൾ എന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യും എന്നുള്ളൊരു സാധനം ഞാൻ എടുത്തില്ല. മാക്സിമം. അതൊക്കെ ഒരുപക്ഷെ യോഗയുടെ ഒക്കെ ഒരു ആയിരിക്കും. ഓഫ് കോഴ്സ് ഏറ്റവും കൂടുതൽ യോഗ അല്ല യോഗയൊക്കെ കംപ്ലീറ്റ്ലി പ്രാക്ടീസ് ടീച്ചറായിട്ട് പോലും യോഗയൊക്കെ അനുഷ്ഠിക്കുകയും യോഗ ടീച്ചറായും ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ഒരു നല്ലൊരു മനസ്സാണല്ലോ യോഗ. യോഗ ചെയ്യാനും പോലും യോഗം വേണമെന്നാ പറഞ്ഞത്, എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. എന്നിട്ടും ഇതുപോലൊരു പരിപാടി ചെന്ന് സന്ധ്യ മനോജ് കേറിയോ എന്ന് ചില ആരാധകർ ചോദിക്കാറുണ്ട്. പിന്നെ അല്ല, ഇപ്പൊ എന്റെ അച്ഛന്റെ അടുത്ത് ഇപ്പൊ സംസാരിച്ചു. അച്ഛനൊക്കെ ഇഷ്ടപ്പെട്ട അച്ഛൻ ആദ്യം ഞാൻ ഭയങ്കര സത്യസന്ധയാണ്, മുഴുവനായിട്ട് ഞാൻ പറയില്ല, എന്നാലും എന്നോടൊരു കാര്യം പറഞ്ഞാൽ ഞാൻ അതിനെ മാക്സിമം ഫോളോ ചെയ്യും. ഇവര് പറഞ്ഞു ആരോടും പറയാൻ പാടില്ല, ഭയങ്കര സീക്രട്ട് ആണ്. ഞാനിത് അങ്ങനെ എടുത്ത് വിഴുങ്ങി. പക്ഷെ നമ്മള് ചെന്നൈയിലൊക്കെ വന്ന് എക്സിറ്റ് അടിച്ചു, ഇത്രയും വലിയ തീരുമാനങ്ങളൊക്കെ എടുത്തു. മോള് 10ാം ക്ലാസ്സാണ്. പക്ഷെ പറയാണ്ട് കയറി പോകാൻ എനിക്കൊരു പേടി. കാര്യം അവരെല്ലാരും കാണുന്ന പ്രോഗ്രാം അല്ലേ. അപ്പൊ ഞാൻ മനോജിനോട് പറഞ്ഞു, ഞാൻ മലേഷ്യ വിടുന്നതിന് മുമ്പ് പറയാം. അപ്പൊ അവര് ഞങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ല, അങ്ങനെ നല്ല അഭിപ്രായമൊന്നും അല്ല ആ ഷോനെ കുറിച്ച്. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു, 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ നിൽക്കുന്ന കുട്ടിയാണ്. അമ്മ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ അമ്മ പൊയ്ക്കോളൂ, എന്തായാലും പരീക്ഷ ഞാനാണ് എഴുതണ്ടേ. അപ്പൊ നല്ല ടെൻഷനായിരുന്നു. മോൻ ഓപ്പൺ ആയിരുന്നു. പക്ഷെ അവന് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കോവിഡ് സമയമല്ലേ, എല്ലാം നമ്മൾ ഇങ്ങനെ ഒരു ബാലൻസിലാണ് പോകുന്നത്. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ അവളെ എങ്ങനെ റിയാക്ട് ചെയ്യും, അവരെങ്ങനെ മാനേജ് ചെയ്യും എന്നൊക്കെയുള്ള കൺസേൺസ് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അച്ഛനും അമ്മയും അതുപോലെ നമ്മൾ ഇൻലോസിന്റെ അവിടെ വെച്ചപ്പം വേണോ, പിന്നെ ഞങ്ങൾ തീരുമാനിച്ചാൽ ഞങ്ങൾ ചെയ്യുന്നുള്ളത് അവർക്കും അറിയാം. പക്ഷെ പോയതിനു ശേഷം തിരിച്ചിറങ്ങി വന്നപ്പോ അവര് പറഞ്ഞു നന്നായിട്ട് നിന്നു, ഒരു അലമ്പും കാണിക്കാതെ. വഴക്കുണ്ടാക്കേണ്ടടുത്ത് വഴക്കുണ്ടാക്കണം. അത് എല്ലാം ടാസ്കിലായിരുന്നു, അല്ലാതെ പേഴ്സണലി ഞാൻ ആരെയും അറ്റാക്ക് ചെയ്തിട്ടില്ല. ഞാൻ പേഴ്സണലി ഞാൻ വളരെ കെയർഫുൾ ആയിരുന്നു. നല്ല ഭാഷയിലൊക്കെ സംസാരിച്ചത്, ഇപ്പോഴത്തെ പോലെ ചീത്തവിളിയും ബഹളവും ഒച്ചപ്പാടൊന്നുമില്ലായിരുന്നു. ഒന്നുമില്ലായിരുന്നു. അത് വരരുത് എന്നുള്ളത് ദിവസവും ഞാൻ രാവിലെ ഒരു മെന്റൽ അഫർമേഷൻ തന്നെ ചെയ്തിട്ടായിരുന്നു. അതായത് എന്റെ വായിന്നൊരു വൃത്തികെട്ട വാക്ക്, ഒരു വൃത്തികെട്ട ഭാഷ, അതേപോലെ എന്നെ ഇൻസൾട്ട് ചെയ്താലും ഞാൻ ആ ആളെ എയിം ചെയ്തുകൊണ്ട് ഇൻസൾട്ട് ചെയ്യരുത്. അവർ പറഞ്ഞ കാര്യങ്ങളോ അവർ ചെയ്ത കാര്യങ്ങളോ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാം. പക്ഷെ ആ ആളെ ഒരു ഹ്യൂമിലിയേറ്റിംഗ് രീതിയിൽ ചെയ്യരുത് എന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു പരിധിവരെ ഞാൻ അത് ചെയ്തു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എന്തായാലും ഈ ഷോയ്ക്ക് ശേഷം പുറത്തു വന്ന ശേഷം ഒരിക്കലും ആ ഷോയിൽ പങ്കെടുത്തത് വേണ്ടായിരുന്നു തോന്നിയിട്ടില്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. ഇപ്പൊ നടക്കുന്ന ഷോയെ കുറിച്ചും ഒരു ആക്ഷേപങ്ങളൊന്നും ഇല്ല എന്തായാലും അല്ലേ? ആക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ആ സ്പേസിൽ ഭയങ്കരമായിട്ട് കുടുംബ പ്രേക്ഷകർ വല്ലാതെ വെറുത്തുപോയി. ഒരു പരമ ബോറൻ പരിപാടിയായി, കൂതറ പരിപാടി വരെ അങ്ങനെ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. വേറെ കൊണ്ടല്ല അങ്ങനെ കാണുന്നത്. കാരണം ഒരു സാധാരണ കുടുംബത്തിന് എന്ത് മെസ്സേജാണ് അത് കൊടുക്കുന്നത്, കുട്ടികൾക്ക് എന്ത് മെസ്സേജ് കൊടുക്കുന്നത്. മോഹൻലാലിനെ പോലെ ഒരു വലിയ രാജ്യം ആദരിക്കുന്ന ഒരു കലാകാരനാണ് അവിടെ നിന്ന് നടന്നു. എന്തായിരുന്നു ലാൽ സാറിന്റെ വായിന്ന് തെറി കേൾക്കരുത്. തെറി കേൾക്കരുത് എന്ന് പറഞ്ഞാൽ തെറി എന്ന് പറയുന്ന വാക്കല്ല, ഒരു ദേഷ്യമായിട്ടും അതുപോലെ സന്ധ്യ എന്തുകൊണ്ട് അങ്ങനെ ഒരു മോശം രീതിയിൽ പെരുമാറി എന്നുള്ള ഒരു വകുപ്പിന് എന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്ന അത്രയും ദിവസമാണ്. എന്താ വെച്ചാൽ സാറ് എന്താ ചോദിക്കണ ചോദ്യത്തിൽ നിന്ന് എങ്ങോട്ട് കറങ്ങി തിരിഞ്ഞ്, കാര്യം ഞങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുന്നത് ഒരു 5-6 മണിക്കൂറാണ്. അതിനെ വെട്ടിക്കുറച്ചാണ് അരമണിക്കൂർ 3/4 മണിക്കൂറായിട്ട് എയർ ചെയ്യുന്നത്. അപ്പൊ സാറ് ചിലപ്പോൾ ചോദിച്ചു വരുന്നത് ഇപ്പുറത്തെ ആളുടെ അടുത്തായിരിക്കും, പക്ഷെ ചോദ്യം എൻ്റെ അടുത്തായിരിക്കും. അപ്പൊ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ നമുക്ക് അത്രയും പ്രസൻസ് ഓഫ് മൈൻഡ് വേണം സാർ എവിടേക്കാണ് ഇത് നാവിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകണേ. പക്ഷെ എൻ്റെ എല്ലാ വീക്കെൻഡും ഞങ്ങൾ സാരി കൊടുക്കും. ഞാൻ ദൈവമേ നല്ല ഭംഗിയായിട്ടൊക്കെ സാരിയൊക്കെ കൊടുത്തു വന്നിട്ട് തെറിയേൽപ്പിക്കരുത് പ്ലീസ്. ഇത് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു. ബിക്കോസ് ഐ റെസ്പെക്ട് ഹിം ആസ് എൻ ആർട്ടിസ്റ്റ്. അപ്പോൾ അത്രയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന, ഞാൻ പറഞ്ഞ ഐ എം നോട്ട് യൂസിങ് ദ വേർഡ് ഫാൻ, ഐ എം നോട്ട് യൂസിങ് ദ വേർഡ് ആരാധന, ഇറ്റ്സ് ആബ്സല്യൂട്ട് റെസ്പെക്ട്. ആൻഡ് ഞാൻ ഫസ്റ്റ് ഡേ കയറുമ്പോൾ തൊട്ട് ഇറങ്ങുന്ന വരെയും ആ റെസ്പെക്ട് 100% ആയിരുന്നു. സാറും എനിക്ക് ആ റെസ്പെക്ട് തന്നിരുന്നു. അത് എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്തിരുന്നത് ഷോയില് മണിക്കുട്ടനാണ്. സന്ധ്യക്ക് നല്ലൊരു റെസ്പെക്ട് സാർ തരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ അത് കാണാനും കൂടെ തുടങ്ങിയപ്പം ഐ വാസ് ഈവൻ മോർ കെയർഫുൾ. എന്താന്ന് വെച്ചാൽ റെസ്പെക്റ്റോടുകൂടി മലയാള പ്രേക്ഷകരുടെ മുമ്പിൽ വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അതിലൊരു അദ്ദേഹം ഈ പറഞ്ഞ പോലെ നൃത്തത്തെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. നൃത്തത്തോട് ഒരുപാട് താല്പര്യമുള്ള ആളല്ലേ സാർ? കുറെ പഠിച്ചിട്ടുണ്ട്. അതെ. അപ്പൊ അതിന്റെ വാല്യൂ എനിക്ക്
ആ ഹോൾ ഷോയിൽ ഏറ്റവും കൂടുതൽ വാല്യൂ തന്നത് ലാൽ സാർ. നമ്മുടെ ഒരു ഇന്റർവ്യൂ തന്നെ സന്ധ്യ പറയുന്നുണ്ട്, ലാൽ സാർ ബിഗ് ബോസിൽ ഒരു നിസ്സഹായനാണ്, അദ്ദേഹത്തിന് പോലെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടായത്? സി, എൻഡ് ഓഫ് ദി ഡേ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ എൻ്റെ മോൾഷൻ ദേ ആർ ക്രിയേറ്റിംഗ് എൻ്റർടൈൻമെൻറ്റ്. നമുക്ക് വേണ്ട ഒരു കണ്ടന്റ് ചോദിച്ച് മേടിക്കുന്ന പോലെയാണ് നമ്മൾ നിൽക്കുന്നത്. കാര്യം വേറെ ഒരു ഷോയിനും ഇത്രയും ആക്റ്റീവ് ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ ഇല്ലായിരുന്നു. ഇവിടെ ഓഡിയൻസ് ആർ ആക്ച്വലി മാനിപ്പുലേറ്റിംഗ് ദ ഷോ. ഓഡിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളും അതിൽ ഉൾപ്പെടും, യുനോ ദ മീഡിയ ആൻഡ് ഓൾ. അപ്പോൾ ആൻഡ് ഇത്രയും ഹാൻഡ്സ് ഓൺ വോട്ടായിട്ടും കമന്റ്സ് ആയിട്ടും ട്രോൾസ് ആയിട്ടും ഇത്രയും ഹാൻഡ്സ് ഓൺ ഷോ വേറെ ഒരു ഷോ ഇല്ലായിരുന്നു. ഈവൻ സിനിമയ്ക്ക് പോലും ഇത്രയും ഒരു പാർട്ടിസിപ്പേഷൻ ഫ്രം ദി ഓഡിയൻസ് വരാറില്ല. ടെലിവിഷൻ പ്രോഗ്രാമിന് ഇതിന് കിട്ടാത്ത പ്രാധാന്യം കിട്ടി. ആബ്സല്യൂട്ട്ലി. ആൻഡ് ആ ഒരു കൊല്ലം ഈ കണ്ടസ്റ്റൻസ് അവരുടെ ഒരു മേഴ്സിയിലാണ്. ഈ ഓഡിയൻസിന്റെ നമ്മൾ ഏത് സീസൺ എടുത്താലും അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരെ ആ സീസൺ തുടങ്ങുന്ന ദിവസം തൊട്ട് അടുത്ത സീസൺ തുടങ്ങുന്നവരെ നമ്മളെ കുറിച്ച് എന്തും പറയാം. നമ്മള് ഒരു പബ്ലിക് പ്രോപ്പർട്ടി പോലെയാണ്. അപ്പൊ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ എൻഡമോൾ ഷൈനിനെ സംബന്ധിച്ചോളം ദേ ആർ ക്രിയേറ്റിംഗ് ഒരു ബ്യൂട്ടിഫുൾ കേക്ക് ഫോർ ദി ഓഡിയൻസ്. അത് പക്ഷെ അതിലെ കണ്ടന്റ് അല്ലെങ്കിൽ അതിന്റെ ഫ്ലേവർ തീരുമാനിക്കുന്നത് എന്നെ സംബന്ധിച്ചോളം ഇപ്പോഴും ഇവരൊരു ഫ്ലേവർ തീരുമാനിക്കും, പക്ഷെ അതിലെ ബാക്കി ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഇടുന്നത് വെളിയിൽ നിന്നാണ്. അവർക്കൊരു നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം എന്നും പറഞ്ഞൊരു റെസിപ്പി അവരുടെ കയ്യിലുണ്ട്. ആ റെസിപ്പിയിൽ പക്ഷെ ബാക്കി മുഴുവൻ സീസണിങ്ങും ടോപ്പിങ്സും എല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നത് വെളിയിൽ നിന്നാണ്. ഇപ്പം ഞങ്ങളുടെ സീസൺ ഞാൻ നോക്കിയപ്പം ആർട്ടിസ്റ്റുകളുണ്ട്. ആദ്യത്തെ ടാസ്ക് തന്നെ സർവകലാശാല അതിന് ഭയങ്കര റേറ്റിംഗ് കിട്ടി. ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയ ടാസ്കുകൾ മുഴുവൻ, ഞാൻ 10 ആഴ്ച ഉണ്ടായിരുന്നു, 10 ആഴ്ചത്തെയും ടാസ്കുകളിൽ ഒരു ക്രിയേറ്റിവിറ്റി സ്കോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പല സീസണിലും ആദ്യത്തെ അടിക്കാണ് റേറ്റിംഗ്. അപ്പോ എന്താ ചെയ്യാ? ഇപ്പൊ മധുരം ഇഷ്ടമല്ല, ഷുഗർ ഇസ് ബാഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പൊ ഷുഗർ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. നാളെ അതല്ല, ഷുഗർ ഇസ് ദ ബെസ്റ്റ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഷുഗർ എന്ന് പറയുന്ന പോലെ ഏഷ്യാനെറ്റ് ആൻഡ് എൻഡമോൾ ഇസ് ക്രിയേറ്റിംഗ് സംതിങ് ഫോർ അസ്. നമ്മളായിരിക്കണം ചോദിക്കേണ്ടത് ഗിവ് us ബെറ്റർ കണ്ടന്റ്. അത് പക്ഷെ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടല്ല, നല്ലതല്ലെങ്കിൽ റേറ്റിംഗ് അല്ലെങ്കിൽ അതിന്റെ റിവ്യൂസ് അങ്ങനെ ആക്കുക. ഒരു പുതിയ തലമുറയ്ക്ക് അല്ലെ വളർന്നു വരുന്ന തലമുറയ്ക്ക് പോസിറ്റീവായ എന്തെങ്കിലും സന്ദേശം ബിഗ് ബോസ് പകരുന്നുണ്ടോ? ഇപ്പോഴത്തെ സീസൺസിലില്ല. പക്ഷെ ഇപ്പം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കതിനെ ഒരു മൈൻഡ് ഗെയിം ആയിട്ടാണ് കാണാൻ പറ്റിയത്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഡിഫറൻസസ് ഇല്ല, പക്ഷെ ഡിഫറൻസസ് ഉണ്ട്. സി, അത് നമ്മുടെ ലൈഫിൽ നമ്മൾ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പലയിടത്തും നമ്മൾ പോയിട്ട് ഇപ്പം ഞാൻ ഡാൻസ് ടീച്ചറും ഒക്കെ ആയതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു റിലീജിയസ് റിച്വലായിട്ട് എൻ്റെ കാല് വന്ന് തൊടണ്ട. കാല് തൊടുന്നത് എന്തിനാണ്? നമ്മൾ ടീച്ചർ അല്ലെങ്കിൽ ഗുരുക്കന്മാര് എന്ന് പറയുന്ന ആ വ്യക്തി ഒരു ചാനലാണ്, അത് ദൈവീക കലയാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് പഠിപ്പിക്കാനും നിങ്ങൾക്ക് വേണ്ടത് പഠിപ്പിക്കാനും നമ്മളൊരു ചാനലാവുകയാണ്. അപ്പൊ ഫ്രം യു ടു ദെയർ ഇതൊരു ചാനലാണ്. ആ ചാനലിനെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രോസസ് ഓഫ്. അത് അത്രമേൽ നമുക്ക് ആ ഒരു റെസ്പെക്ട് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കാല് തൊട്ടാൽ മതി. ഇത് ഡാൻസ് ക്ലാസ്സിലെ ഒരു റിച്വലാണ് എന്ന് വന്നിട്ട് ഈ തള്ളയുടെ കാലിൽ തൊടണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യണ്ട. ഒരു ഹായ് പറഞ്ഞോ, അല്ലെങ്കിൽ ഹായ് ടീച്ചർ, അല്ലെങ്കിൽ ഒന്ന് ഹഗ് ചെയ്തോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാര്യം അതിൽ ഒരു പ്യൂരിറ്റി ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കാതെ ഒരു റിച്വൽ ചെയ്യുമ്പോൾ അത് വെറും ഒരു ഗോഷ്ഠിയാണ്. ഉള്ളി തട്ടിയുള്ള ആരാധന, ബഹുമാനം, ഗുരുത്വം, അതാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ എല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടല്ല, ഒരു കൃത്രിമമാണ്. ചിരിക്കുന്നത് പോലും കൃത്രിമത്വമാണ്. ഉള്ളി തട്ടിയ ഒരു പുഞ്ചിരിയല്ല. ഇന്നത്തെ പുതിയൊരു മനുഷ്യന്റെ ഒരു ജീവിത സാഹചര്യം കൊണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. അവർക്ക് ചിരിക്കണമെങ്കിൽ അവർ ചിരിക്കില്ല. അവർക്ക് ചിരിക്കണമെങ്കിൽ അവർ ചിരിക്കും, അല്ലെങ്കിൽ അവർ ഫോൺ നോക്കിയിരിക്കും. എനിക്കത് കുറച്ച് ഇഷ്ടമാണ്. ഞാനിപ്പോ നമ്മളുടെ ചില പാരമ്പര്യവാദങ്ങളുണ്ട്. ഇപ്പൊ പെൺകുട്ടികളെ വീടിന്റെ ഉമ്മറത്തിരിക്കാൻ പാടില്ല, മുതിർന്നവർ വരുമ്പോഴും എഴുന്നേൽക്കണം, ഈ കാലും കാലും ഇരിക്കരുത്, അങ്ങനത്തെ കുറെ ചിട്ടകളൊക്കെ ഉണ്ട്. അല്ല, നമുക്കിരിക്കാം. ഞാൻ പറഞ്ഞത് നമ്മളുടെയൊക്കെ ഒരു പാരമ്പര്യമാണ്. പെൺകുട്ടികൾ ഫ്രണ്ടിലിരിക്കാൻ പാടില്ല, മുതിർന്നവർ വരുമ്പോൾ എഴുന്നേൽക്കണം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അല്ല, അത് നല്ല ശീലങ്ങളാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ആണോ? എനിക്ക് തോന്നിയിട്ടില്ല നല്ലതാണെന്ന്. അതിന്റെ ആവശ്യമില്ല.
മനസ്സിലുണ്ടായാൽ മതി ആരാധനയൊക്കെ, അല്ലേ? ആബ്സല്യൂട്ട്ലി. ബാക്കിയെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് സ്വാഭാവികമായിട്ടൊരു മുതിർന്ന ആൾ വരുമ്പോൾ എഴുന്നേൽക്കാറുണ്ട്. തീർച്ചയായും അത് അറിയാതെ നമ്മൾ ഉയർന്നു പോകുന്നതാ. അല്ലാണ്ട് ഒരാള് വരുന്നു, ആ ആൾക്ക് റെസ്പെക്ട് എന്നുള്ള ഒരു രീതി പോലും നമുക്ക് മാറ്റിവെക്കാം. ആ ഒരാള് പെട്ടെന്ന് കയറി വരുന്നു, ആ ആളെ വെൽക്കം ചെയ്യുന്നത് എണീറ്റ് നിന്നാവാം. അത് നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്ട് ആണ്. നിങ്ങൾ അകത്തേക്ക് വരൂ എന്ന് കാണിക്കുന്നതിന് സംബോധന ഇല്ലാതെ തന്നെ നമ്മൾ എണീറ്റ് നിൽക്കുമ്പോൾ ദാറ്റ് പേഴ്സൺ ഫീൽസ് വെൽക്കം. എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ പല പരമ്പരാഗത എന്താ പറയാ ഈ റിച്വൽസ് ഓർ റിലീജിയസ് ഫോളോവിങ്സ് അങ്ങനത്തെ ഒരു കൊണോട്ടേഷന് വേണ്ടിയിട്ടായിരിക്കും. ഇതൊക്കെ നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെയും ഹൈന്ദവ വിശ്വാസത്തിന്റെ ഒക്കെ ചിട്ടകളായിട്ട് അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ചിട്ടകൾ നല്ലതാണ്, പക്ഷെ അതിനൊരു ലോജിക്ക് ഇന്നത്തെ കാലത്തെ കുട്ടികൾ ആവശ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ആ ലോജിക്ക് വേണം. കാര്യം ഒരു ലോജിക്ലെസ് ആയിട്ട് ആര് വന്നാലും എണീറ്റ് നിൽക്കുക, എന്നാ പിന്നെ എണീറ്റ് തന്നെ ഫുൾ ടൈം നിന്നാ പോരെ, എന്തിനാ ഇരിക്കണേ? എന്തായാലും പുതിയ തലമുറ ഇത്തരം വിവേകങ്ങളിൽ അവർക്ക് പറഞ്ഞു കൊടുത്താൽ, അതായത് യു ഹാവ് ടു എൻലൈറ്റൻ ദം വിത്ത് ദിയർ ഓൺ ലാംഗ്വേജ്. ഇപ്പൊ നമ്മൾ എന്നിട്ട് ഞങ്ങള് ഡാൻസേഴ്സ് ഇങ്ങനെയാണ്, അവർ അപ്പൊ തന്നെ കട്ടായി. അവരുടെ അടുത്ത് പിന്നെ നമുക്ക് അടുത്ത സെന്റൻസ് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അവരോട് പറയണം, സി ഗൈസ്, ഞാനിവിടെ വന്ന് നിൽക്കണത് എനിക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പൊ ഞാൻ ട്രെയിനിങ് പല കോളേജസിലും പോയി പഠിപ്പിക്കുന്നുണ്ട്, ഇൻഡക്ഷനായിട്ടും മോട്ടിവേഷനായിട്ടും ഗ്രൂമിങ് ആയിട്ടും. അപ്പം ആദ്യമേ ഞാൻ എന്തോ സംഭവമാണെന്നുള്ളത് ഞാൻ പറയും, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുക, എനിക്കിഷ്ടമല്ല, ഞാൻ അവരുടെ കാര്യങ്ങൾ തന്നെ പറയും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ പിള്ളേർ വർത്തമാനം പറയാനൊക്കെ തുടങ്ങുമല്ലോ. ഞാൻ ഒറ്റ കാര്യം എനിക്ക് പറയണം, ഞാൻ ഇവിടെ വന്ന് നിൽക്കണത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾക്ക് പറയും. നിങ്ങൾക്ക് കാശ് കിട്ടിയിട്ടല്ലേ എന്ന് പറയും. അപ്പൊ അവരുടെ ഡയലോഗ് ആദ്യമേ ഞാൻ പറഞ്ഞു, എനിക്ക് കാശ് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഗുണമുണ്ടോ ഇല്ലയോ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ എനിക്കൊരു പിടിവാശയുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കണോ എൻ്റെ അടുത്ത് സംസാരിക്കുക, കമന്റ് അടിക്കണോ എൻ്റെ അടുത്ത് പറഞ്ഞോ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങൾ തമ്മിലിരുന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടുപേരെയും കൊണ്ട് പുഷപ്സ് എടുപ്പിക്കും. നിങ്ങൾക്കും ഹെൽത്ത് വൈസ് ബെറ്റർ ആണ്, എനിക്കും എന്റർടൈൻമെന്റ് ആയി, പിന്നെ ഒരു പ്രശ്നമില്ല. അപ്പൊ അവരുടെ രീതിക്ക് നമുക്ക് ഇറങ്ങിച്ചെന്ന് പിന്നെ നമ്മൾ പറയാണ്, സി ലൈഫ് ഇസ് നോട്ട് ഈസി, we are still challenged. We pretend not to challenge, not to be challenged. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എല്ലാവരും പോസ്റ്റ് ഇടുന്ന ആൾക്കാരാണ്, റീൽസ് ഇടുന്ന. അത് മാത്രമാണോ നമ്മുടെ ജീവിതം? ഒരിക്കലും അല്ല. ബാക്കിയുള്ളവർ നമ്മളെ കുറിച്ച് എങ്ങനെ ധരിക്കണോ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി കാണണോ, അത് മാത്രമേ നമ്മൾ വെളിയിലേക്ക് കാണിക്കുന്നുള്ളൂ. നമ്മുടെ ഉള്ളിൽ വേറൊരാളുണ്ട്, ആ ആളെ നമുക്ക് മാത്രമേ അറിയൂ, വേറെ ആർക്കും അറിയില്ല. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്കും ഒരു പരിധിവരെ കുറെ അറിയാം, പക്ഷെ ഉള്ളിന്റെ ഉള്ളില് നമുക്കറിയാവുന്ന ഒരാളുണ്ട്, വില്ലത്തരങ്ങളുള്ളതും വൃത്തികേടുള്ളതും നല്ലതുള്ളതും ഉടായിപ്പും എല്ലാം ഉണ്ട്. ചിന്തകൾ കൊണ്ട് നമ്മളെല്ലാം എല്ലായിടത്തും സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. ആ ആളെ നമ്മളെങ്കിലും അറിഞ്ഞിരിക്കണം. നാട്ടുകാരെ അറിയണ്ട, പക്ഷെ നമുക്കറിയണം. എനിക്ക് ഇപ്പൊ നമ്മൾ വേറൊരു ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ നമ്മൾ, ഞാൻ ഇതുപോലെ ആയില്ലല്ലോ, എന്താണ് അവൾക്ക് ഇത്ര കൂടുതൽ, നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന കാര്യങ്ങളാണ്. അത് വേറെ ആരോടും പറയണ്ട. വി ക്യാൻ ബി ലൈക്ക് അത് അവരുടെ സമയം. പക്ഷെ ഉള്ളിൽ അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, അത് വേറെ തലത്തിലേക്ക് നമ്മുടെ സ്വഭാവമായിട്ട് മാറും. അപ്പൊ നമ്മളെ തന്നെ ആദ്യമേ ഒന്ന് ചെവിക്ക് പിടിച്ചാൽ വി ബിക്കം ബെറ്റർ പീപ്പിൾ. ഇത്രയും ആ പിള്ളേരോട് അവരുടെ ലാംഗ്വേജിൽ പറഞ്ഞാൽ വി ആർ മച്ച് മോർ റിസെപ്റ്റീവ് ദാൻ നമ്മുടെ ജനറേഷൻ ആൾക്കാരോട് ഇരുന്ന് പറയണേക്കാട്ടിലും റിസെപ്റ്റീവ് ആണ് ഇപ്പോഴത്തെ. റിസൾട്ടും കിട്ടും. ഈ ഡാൻസിന്റെ കാര്യത്തിൽ പറയാം, നമ്മുടെ കേരളത്തിന്റെ ചുറ്റുപാടിൽ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഒരു ഇഷ്ടംപോലെ നർത്തകരുണ്ട്. ആശാ ശരത്ത്, പിന്നെ രാജശ്രീ വാര്യരുണ്ട്, മേതിൽ ദേവികയുണ്ട്, അങ്ങനെ ഒരുപാട് പ്രമുഖരായ നൃത്ത താരങ്ങളുണ്ട്. എങ്ങനെ കേരളത്തിന്റെ ചുറ്റുപാടിൽ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ നൃത്തത്തിന്റെ ഒരു സാധ്യതകളും അതിന്റെ അവസ്ഥകളൊക്കെ പോകുന്നത്? കേരള ഹാസ് ഓൾവേസ് ബീൻ ഹോം ഗ്രൗണ്ട് ഫോർ ഡാൻസേഴ്സ്. ഞാൻ കേരളത്തിൽ നിന്ന് മലേഷ്യയിലെത്തിയപ്പം ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഒഡിസി. അപ്പോൾ അതുവരെയും ഈ സാധാരണ മലയാളി കുട്ടികളൊക്കെ ചെയ്യണ പോലെ ഭരതനാട്യം, മോഹിനിയാട്ടം, ഫോക്ക് ഡാൻസ്, എക്സ്പ്ലോർ ചെയ്യാവുന്ന എല്ലാ ഡാൻസ് ഫോംസും ഞാൻ ചെയ്തിരുന്നു. കാര്യം അതാണ് അന്നത്തെ ഒരു ഇന്നത്തെയും ഒരു ട്രെൻഡ്. പക്ഷേ മലേഷ്യ ചെന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്, ഞാൻ ചെന്നത് ടെമ്പിൾ ഓഫ് ഫൈൻ ആർട്സ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇറ്റ്സ് ലൈക്ക് എ യൂണിവേഴ്സിറ്റി പോലെ, എല്ലാ സബ്ജക്ട്സും ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ സ്വപ്നത്തിലേക്ക് നടന്നു കയറുന്ന പോലെയായിരുന്നു. അതായത് ഇങ്ങനെ ഒരു സ്ഥലം,
അവിടെ എല്ലാ ഫോംസ് ഓഫ് ഡാൻസ്, എല്ലാ ഫോംസ് ഓഫ് മ്യൂസിക്, അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പം അങ്ങനെ അവിടേക്ക് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു സബ്ജക്റ്റിൽ തന്നെ നമുക്ക് പഠിച്ച് തീരില്ല, അറിഞ്ഞ് തീരില്ല, എക്സ്പ്ലോർ ചെയ്ത് തീരില്ല, ആസ്വദിച്ച് തീരില്ല. അത്രമേൽ അപ്പോഴും. പക്ഷെ എനിക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ആയിരുന്നു, എനിക്ക് കോണ്ടംപററി പഠിക്കണം, കഥക്ക് പഠിക്കണം, എല്ലാത്തിനും കയറി. ഞാൻ പെട്ടിയൊക്കെ ആയിട്ടാണ് ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്നത്. അത്രയും ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവർ തിയററ്റിക്കലായിട്ട് പഠിപ്പിക്കും. ആൻഡ് അവർക്കിപ്പോൾ എന്താ വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഭരതനാട്യം കുട്ടി ഇവിടെ, ഞാൻ ഉൾപ്പെടെ, ഇപ്പം ഞാൻ എൻ്റെ ടീച്ചറിൻ്റെ അടുത്ത് കുവൈറ്റിലാണ് പഠിച്ചിരുന്നത്. ഒരു 5 കൊല്ലത്തിനുള്ളിൽ ഞങ്ങൾക്ക് കുറേ ഐറ്റംസ് അറിയാം. വരസ് അവിടെ ഭരതനാട്യം ഡിപ്പാർട്ട്മെൻറ്റിൽ 6 കൊല്ലത്തിൽ 6 ഐറ്റം പോലും പഠിക്കില്ല. പക്ഷെ പഠിക്കുന്ന സംഗതികൾ തിയററ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും എക്സ്പ്ലോറേറ്റീവായിട്ടും ഫിസിക്കലായിട്ടും എല്ലാ രീതിയിലും തറോ എന്ന് മാത്രമല്ല, തറോ ഒരു ടെക്നിക്കാലിറ്റിയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ പലതരത്തിലെ വിവേചനങ്ങളൊക്കെ ഉണ്ട്. ഈ ഇടയ്ക്ക് കഴിഞ്ഞ വർഷം വലിയ വിവാദമായ ഒരു പരാമർശം ഉണ്ടായി, നിറത്തെക്കുറിച്ചൊക്കെ, വർണ്ണത്തെക്കുറിച്ചൊക്കെ. കറുത്ത ഡാൻസ് ചേരില്ല, ആണുങ്ങൾക്ക് ചേരില്ല, മോഹിനിയാട്ടം ചേരില്ല എന്നൊക്കെ പറഞ്ഞു. അതിനോടൊന്നും പ്രതികരിച്ച് കണ്ടില്ലായിരുന്നു. ഞാൻ പ്രതികരിച്ചായിരുന്നു. ഞാൻ ഏതൊരു ചാനലിൽ വന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വർണ്ണ വ്യത്യാസവും സ്ത്രീ പുരുഷ വ്യത്യാസമൊക്കെ കാണിക്കേണ്ടി വരും. എനിക്ക് പൊതുവേ ഈ വ്യത്യാസങ്ങൾ ഇഷ്ടമല്ല. പണ്ട് കാലത്ത് നമുക്ക് നമ്മുടെ ജോലിയാണെങ്കിലും നമ്മുടെ സിറ്റുവേഷൻസ് ആയിരുന്നെങ്കിലും വി നീഡഡ് ദ മസ്കുലർ ടെന്യൂർ. അതായത് ആണുങ്ങളുടെ ശക്തിയും പെണ്ണുങ്ങളുടെ ഒരു ഓർഗനൈസിങ് ഓർ വോട്ട് എവർ കഴിവാണെങ്കിലും നമുക്ക് സ്ത്രൈണതയും അതിൻ്റെ ഒരു ഡിവിഷൻ ആവശ്യപ്പെട്ടിരുന്ന കാലഘട്ടങ്ങളാണ് പണ്ട് റൈറ്റ്. അതേപോലെ ഇപ്പം ഈവൻ ഇപ്പം രാജ്യങ്ങൾ, ഇപ്പം ഞാൻ കൈകേയിയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അവിടെയും ആ ഒരു രാജനീതി അല്ലെങ്കിൽ രാജ്യത്തിനെ പ്ലോട്ട് ചെയ്തുകൊണ്ട് എന്ന് വെച്ചാൽ അതൊരു പ്രൊട്ടക്ഷനാണ്. രാജാവ് ചെയ്യുന്നത് അത്രയും പ്രജകളെ പ്രൊട്ടക്ട് ചെയ്യലാണ്. അപ്പൊ അവിടെ നമുക്ക് ആ ഒരു മസിൽ സ്ട്രെങ്ത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത്, ഈ യുഗത്തില്, ഈ നൂറ്റാണ്ടില് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് യു ആൻഡ് ഐ ആർ ഗോയിങ് ത്രൂ ഇന്റലിജൻസ് ആൻഡ് സ്കിൽ. തീർച്ചയായിട്ടും അതിലെന്ത് വ്യത്യാസം? If you have the talent, if you have the IQ, if you have the skill, you can run the world. അവിടെ മസ്കുലർ സ്ട്രെങ്ത് എവിടെയാണ് അതിനൊരു ഡോമിനൻസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കളറിന് ഒരു പ്രൈമറി ഇമ്പാക്റ്റ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഇപ്പൊ പണ്ട് കാലത്ത് നമ്മൾ മറ്റേ സീസർ ആൻഡ് ക്ലിയോപാട്ര, സുന്ദരി, what was she used for? The whole intention was again രാജ്യം, അതിനുവേണ്ടി നമുക്ക് ഇത്ര സുന്ദരിമാരെ ആവശ്യമുണ്ട്, ഇവന്മാര്. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഇന്റൻഷൻസിന്റെ ആവശ്യമില്ല. ഉണ്ടോ ഇല്ലയോ, ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ, ദാറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. പക്ഷെ ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ ഒരു കർമ്മതലത്തിൽ അതിന്റെ ആവശ്യമില്ല. സ്ത്രീ പുരുഷ തുല്യതയാണോ ആവശ്യം? സ്ത്രീ പുരുഷ സ്വാതന്ത്ര്യമാണ്. സ്ത്രീക്ക് സ്വാതന്ത്ര്യമാണോ വേണ്ടത്, തുല്യതയാണോ വേണ്ടത്? പുരുഷനായിട്ട് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് കാൻഡിഡേറ്റ് ഫോർ ദ ജോബ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൽ സ്ത്രീയോ പുരുഷനോ ജെൻഡർ ബയസ് ഇല്ലാതെയും കളർ ബയസ് ഇല്ലാതെയും ലാംഗ്വേജ് ബയസ് ഇല്ലാതെയും, ഇഫ് ദ പേഴ്സൺ ഈസ് സ്കിൽഡ് ഫോർ എ പെർട്ടിക്കുലർ തിങ്, ലെറ്റ് ദ പേഴ്സൺ ഡു. അതിൽ ഈവൻ പ്രായം പോലും ഞാൻ ഇടുന്നില്ല. ഒരു കാര്യം, ഇഫ് യു വാണ്ട് സം വർക്ക് ഔട്ട് ഓഫ് മീ ഓർ ഹിം ഓർ സംബഡി എൽസ്, ആ വർക്ക് ചെയ്യുന്നതിന്റെ എഫിഷ്യൻസി മാത്രമേ നമുക്ക് പോരെ. ഇപ്പൊ എൻ്റെ വീട്ടിൽ വരുന്ന ഇലക്ട്രിക്കൽ പണി നന്നായിട്ട് ചെയ്യും. അത് സ്ത്രീയാണോ പുരുഷനാണോ വയസ്സായ ആളാണോ യങ് ആണോ, ഡസന്റ് മാറ്റർ. കേരളത്തിൽ അത് മാത്രമല്ല, കേരളത്തിൽ അയാളുടെ നിറം നോക്കും, ജാതി നോക്കും. പണ്ടല്ലേ, ഇപ്പോഴും അത് നോക്കേണ്ട കലാഭവന്റെ അനിയനാണ് ആർലവി രാമകൃഷ്ണൻ. അദ്ദേഹത്തെ ആക്ഷേപിച്ചത് ജാതി തന്നെയാണ് അതിനകത്ത് കാര്യം, അല്ലാതെ വർണ്ണമോ അദ്ദേഹത്തിന്റെ മറ്റൊന്നുമല്ല. അത് അവരുടെ ഒരു സ്മോൾനെസ്സേ ഞാൻ പറയുള്ളൂ. അത് അങ്ങനെ കാണുന്ന എല്ലാ മനുഷ്യരും ഇപ്പോഴും ആ ഒരു ചെറിയ സ്പേസിൽ നിന്ന് വന്നിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. അതെന്താ ഇപ്പോൾ ഇത്രയും ഈ പുതിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി, നമ്മൾ ഒരുപാട് ഉയർന്നു? ഞാനൊരു വ്യത്യസ്ത സ്ത്രീയാണ്, അല്ലെങ്കിൽ ഞാനൊരു വ്യത്യസ്ത പുരുഷനാണ്, ഞാനൊരു വ്യത്യസ്ത പേഴ്സണാലിറ്റി ആണെന്ന് കാണിക്കാൻ എല്ലാവരും പാടുപെടുന്നില്ലേ? അപ്പോൾ പണ്ട് തൊട്ടേ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി വെച്ച് അതുമേം തൂങ്ങി പിടിച്ചിരിക്കുന്നവരുണ്ട്. ഇപ്പൊ യൂട്യൂബ് ചാനൽ കണ്ടന്റ് മേക്കേഴ്സ് അല്ലെങ്കിൽ റീൽ മേക്കേഴ്സ്, ഐ വാണ്ട് ഡു സംതിങ് ഡിഫറെന്റ്, ഡു ദ സെയിം തിങ് ബട്ട് വിത്ത് യുവർ ഫ്ലെയർ. എന്തിനാണ് ഈ
ഐ എം ഡിഫറെൻറ്റ്. ആ ഡിഫറൻസ് തപ്പി നമ്മുടെ ഉള്ളിലെ യുണീക്നെസ് നമ്മൾ കണ്ടുപിടിക്കാൻ മറന്നു പോകണം. പക്ഷെ ഇതൊരു വ്യത്യസ്തയുടെ ഭാഗമായിരുന്നില്ല, ഇത് ഉള്ളിലെ പഴയകാല എന്താ പറയുക ഒരു സവർണ ബോധത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ആ കലാമണ്ഡലം സത്യഭാമ ഒരു പരാമർശം നടത്തി. അവരെ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അവരെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കലാകാരിക്ക് ഒരിക്കലും കലാകാരി ആണെങ്കിൽ കലാകാരി എന്ന് മാത്രമല്ല ആർക്കും ചേരാത്ത ഒരു പരാമർശമാണ്. അതിനെ ആ ഇന്റർവ്യൂ ചെയ്ത ആൾക്കും തിരുത്താൻ പറ്റിയില്ല, ലോകർക്കും തിരുത്താൻ പറ്റിയില്ല. പക്ഷെ അത് അവര് തിരുത്തണം എന്ന് വിചാരിച്ചാലേ അവർക്ക് തിരുത്താൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ മനസ്സിൽ ഇപ്പൊ എന്റെ അമ്മമ്മയൊക്കെ പണ്ട് ഈ എന്താണ് തൊടില്ല കേറില്ല അങ്ങനെ എന്റെ അതെ അമ്മമ്മയുടെ വീട്ടില് ഞങ്ങള് മുട്ട കഴിച്ച വീട്ടിൽ നിന്ന് വന്ന അമ്മമ്മ കുളിപ്പിക്കണ അങ്ങനെയൊക്കെയായിരുന്നു. ആൻഡ് അമ്മമ്മയെ എല്ലാവരും തമ്പുരാട്ടി എന്നാണ് വിളിച്ചിരുന്നത്, അതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മമ്മയുടെ കൊച്ചുമോളായ ഞാനത് പിടിച്ചോണ്ട് നടക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എന്തിനാണ് ഈ അറിവ്, അല്ലെങ്കിൽ എന്തിനാണ് ആക്സസിബിലിറ്റി ടു സോ മച്ച് ഓഫ് തിങ്സ്? അപ്പോൾ ആർ വി ഗോൺ ടു ഗ്രോ ഓർ ആർ വി ഗോൺ ടു ഗോ ബാക്ക്? ഒരു പക്ഷേ കേരളം വിട്ട് മറ്റൊരു രാജ്യത്ത് ജനിക്കുകയും വളരെ പഠിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കും അല്ലേ? അവിടെ ഇതിൽ കൂടുതൽ അനുഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പം കുവൈറ്റിലും സൗദിയിലല്ല, കുവൈറ്റില് നമ്മളെയൊക്കെ വിളിച്ചിരുന്നത് ഹിന്ദി എന്നാണ് അന്നത്തെ കാലത്ത്. മലയാളിയാണ് വാട്ട് എവർ ഇറ്റ് ഇസ്, ഹിന്ദി എത്ര പറ അങ്ങനെ ആ നമ്മൾ തന്നെ പിന്നെ അങ്ങനെ വേറെ ആരോടെങ്കിലും ചെയ്യണമെങ്കിൽ പിന്നെ അവര് നമ്മൾ എന്താ വ്യത്യാസം? എനിക്ക് കാശുണ്ട്, നിങ്ങൾക്ക് കാശില്ല, എനിക്ക് കാശുണ്ട്. നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, എനിക്ക് കാശുണ്ടെങ്കിൽ എനിക്ക് കൊള്ളാം. അല്ലാതെ ഇഫ് യു ഗോയിങ് ടു ഡു സംതിങ് താങ്ക് യു വെരി മച്ച്. പക്ഷെ അല്ലാതെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ ഒരു മെന്റാലിറ്റി സ്ട്രോങ് ആയിട്ട് അപ്ഹോൾഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ഒരു ടീച്ചേഴ്സിന്റെ ഒരു അധ്യാപിക കൂടിയാണല്ലോ, യോഗ പരിശീലക കൂടിയാണ്. സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഈ പറഞ്ഞ പോലെ ഡാൻസിന്റെ അല്ലെങ്കിൽ കലാരംഗത്തേക്ക് ധാരാളം കുട്ടികളൊക്കെ വരുന്നുണ്ട്. ഈ രക്ഷിതാക്കളാണ് പലപ്പോഴും ഈ ടെലിവിഷൻ ഷോകളിലൊക്കെ വരുന്നത്. എങ്ങനെയാണ് അങ്ങനെ ഒരു തള്ളിക്കയറ്റത്തെ കാണുന്നത്? മുമ്പൊന്നും ഇല്ലാത്ത വിധമാണ് ഇങ്ങനെ കുഞ്ഞുങ്ങൾ കടന്നു വരുന്നത്. പ്രസക്തിയിലേക്കും പേരിലേക്കും ഈ സിനിമയിലേക്കും എങ്ങനെ എത്തിക്കുക എന്നുള്ള ഒരു സ്വപ്നത്തിലൂടെയാണ് ഇതൊക്കെ വരുന്നത്. ഇത് ആരുടെ സ്വപ്നമാണെന്നും കൂടെ വല്ലപ്പോഴും നോക്കണം. രക്ഷിതാക്കളുടെ സ്വപ്നമാണ് പലപ്പോഴും. ആണ് എന്റെ മകളെ സ്ക്രീനിൽ കാണുക എന്നൊരു ആഗ്രഹം. അത് എവിടം വരെ അവരെ കൊണ്ട് എത്തിക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ ചർച്ചകളാണ് ഇപ്പൊ ഈ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചില സമയം നമ്മള് ഒരു വലിയ ഒരാളെ നോക്കിയിട്ട് അവരുടെ കഴിവിനെ നമ്മൾ അനലൈസ് ചെയ്യും. ഇപ്പൊ ഞാൻ തന്നെ സിനിമയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പേരുണ്ട് അവരെ പോലെ ആവാം ഇവരെ പോലെ. ഞാൻ ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആരെയും പോലെ ആവണ്ട, എനിക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ എനിക്ക് ആ സ്പേസിലേക്ക് കയറിയാൽ മതി. അവർ ചെയ്തേക്കണത് അവരെന്തൊക്കെ അവരുടെ ലൈഫ് ജേർണി എന്തൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും മറ്റവർ ചെയ്തിരിക്കുന്നത്. ഞാനൊരു ഡാൻസറാണ്, അതുകൊണ്ട് എന്നെ ഒരു ഡാൻസർ ആക്ടറിൻ്റെ ലെവലിലേക്ക് കൊണ്ടുപോകണ്ട. യു ട്രീറ്റ് മീ ആസ് എ ന്യൂ കമർ. അതിൽ ഒരു എന്താ പറയുക, നിങ്ങളൊരു ഡാൻസറാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ കണ്ടിട്ട് ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ എനിക്ക് റെസ്പെക്ട് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ കിട്ടിയ പോലീസ് വേഷങ്ങൾ അല്ലേ? ആദ്യമേ കിട്ടിയത് പോലീസ് വേഷങ്ങളാണ്. അനൂപേട്ടനാണ് ശരിക്കും പറഞ്ഞാല് അനൂപേട്ടനാണ് സിനിമയിലേക്ക് വിളിക്കുന്നത്. അല്ലാതെ ഒരു സിനിമയിലേക്കുള്ള ഈ പറഞ്ഞ കുട്ടിക്കാലത്ത് വന്ന് അങ്ങനെ ഒന്നുമില്ല അല്ലേ? ഡാൻസ് ഉണ്ട്. സിനിമയിലേക്ക് ഇങ്ങനെ ഒരു ജസ്റ്റ് ഫോൺ കോളിലും പരിചയത്തിന്റെ അങ്ങനെ വരുന്നത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായില്ല അല്ലേ? ഒരു ബുദ്ധിമുട്ട് ചെന്ന വഴി എനിക്ക് അറിയില്ലായിരുന്നു എടുക്കാൻ പോവാ എന്താ ചെയ്യണ്ടേ അങ്ങനെയായിരുന്നു. ടർബോ വരെ മമ്മൂക്കയുടെ കൂടെ വരെ അഭിനയിക്കേണ്ടി വന്നു ആ സിനിമയിൽ പോലും അല്ലേ? അതിൽ പോലീസ് വേഷം ആയിരുന്നില്ല. അസ്ത്ര ഷോജിയുടെ പടത്തില് എല്ലിലൊക്കെ പോലീസ് വേഷമായിരുന്നു. അത് നമ്മുടെ രൂപഭാവങ്ങൾ കൊണ്ടായിരിക്കാം പോലീസ് വേഷം കിട്ടിയത്. എന്താന്നറിയില്ല, എന്നെ കണ്ട പോലീസായിട്ട് മാത്രമേ തോന്നണല്ലോ. കണ്ട നല്ല പാവാണ്, കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു പോലീസുകാരിയായിട്ട് തോന്നും അല്ലേ? കമാൻഡിങ് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ പൊതുവേ ഈ മേഖലയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ ഫംഗ്ഷനും പോയിരുന്നത്. കാര്യം മനോജ് പഠിപ്പിക്കുകയായിരിക്കും അല്ലെങ്കിൽ വേറെ. അപ്പോൾ നമ്മൾ ഈ സത്യം പറഞ്ഞ സിനിമയിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കമാൻഡിങ് അല്ല, ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വേഷം കെട്ടി ആരും വരരുത്. ഞാനും അങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ട് നിന്നാൽ യു അട്രാക്ട് അൺവാണ്ടഡ് അറ്റൻഷൻ. അപ്പം സ്ട്രെങ്ത് ഇൻ ക്യാരക്ടർ ഷോസ് എന്നുള്ളത് തന്നെയാണ്. അപ്പം എൻ്റെ അടുത്ത് ഓണസ്റ്റ് ആയിട്ട് ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ ഓണസ്റ്റ് ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യും. അപ്പം അത് ഇവൻച്വലി ഇറ്റ് ബിക്കെയിം എ ലുക്ക്. അത്
ഒരു എന്താ പറയുക, ഒരു ഡിഫെൻസ് മെക്കാനിസം കൂടിയാണ്. ഇപ്പം ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ബസ്സിൽ കയറുമ്പോൾ വി ഹാഡ് ബാഡ് എക്സ്പീരിയൻസസ്. വെരി ബാഡ് എക്സ്പീരിയൻസ്. ട്രാൻസ്പോർട്ട് ബസ്സിലും ഉണ്ടായിട്ടുണ്ട്, പ്രൈവറ്റ് ബസ്സിലും ഉണ്ടായിട്ടുണ്ട്. മോശം കേരളത്തില്. അത് ഇറ്റ് വാസ് സോ ബാഡ്. ഒരു പ്രാവശ്യം മുട്ടി ഒരസി പോയ ഒരാള് പിന്നെ അമ്പലത്തിൽ പോയി നിൽക്കുമ്പം അമ്പലത്തിലെ ആളായിരുന്നു, പൂജാരിയായിരുന്നു. അതായത് നമ്മൾ നിൽക്കുകയാണ് ആ തിരക്കിൽ കൂടെ പോകണം. പക്ഷെ ആ എത്ര തിരക്കാണെങ്കിലും നമ്മളെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ആകെ വല്ലാണ്ടായി. അപ്പം എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. എന്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു, പക്ഷേ ആള് എന്ത് ഇങ്ങനെ ഇതാക്കി പോയതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തു. പിറ്റേ ദിവസം പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയപ്പോൾ പുള്ളി അപ്പൊ ഇതില് പുള്ളി സാധാരണ മനുഷ്യനാണ്. അമ്പലത്തിലെ പൂജാരിയാണെങ്കിൽ ബസ്സിലേക്ക് കയറുമ്പോൾ സാധാരണ മനുഷ്യൻ എല്ലാ വികാരങ്ങളും ഉണ്ടാവുമല്ലോ. വികാരം കാണിക്കാൻ പറ്റുന്നത് അതൊരിക്കലും ജസ്റ്റിഫൈ ചെയ്യാം. അല്ല, ആണുങ്ങൾക്ക് ഞങ്ങളൊരു സാധാരണ മനുഷ്യ വികാരം ഇതൊക്കെ എന്താ എല്ലാവർക്കും ഉള്ളതല്ലേ. ഞാൻ അങ്ങനെ പൂജാരി അമ്പലത്തിൽ പോയി അതുകൊണ്ടല്ല. പക്ഷെ അന്നത്തെ ആ ഒരു പ്രായത്തിൽ നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ ഒരിക്കലും പ്രതീക്ഷ ഇയാളുടെ ഭാഗത്ത് ഇങ്ങനെ മോശം പരിപാടി. അന്ന് എനിക്ക് മനസ്സിലായി ഇത് വികാരമാണ്, ആർക്കും വരാവുന്ന വികാരമാണ്. നമ്മളെ തന്നെ സൂക്ഷിക്കലേ നിവർത്തിയുള്ളൂ. അന്നോട്ട് ഞാൻ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയിട്ടില്ല, ഞാൻ നടന്നാണെങ്കിലും പോവും. ഇപ്പൊ ഒരാളിരുന്ന് കമന്റ് അടിക്കണു, നോട്ട് നെസസറി. എനിക്കൊരു ചോയ്സ് ഉണ്ട്. അവന്റെ കൂടെ എന്താടാ എന്നും പറഞ്ഞുകൊണ്ട് വെറുതെ ഒരു കമന്റ് അടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരാളെ കളിയാക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് ഇരിക്കണോ അതോ അവിടെ പതുക്കെ എണീറ്റ് പോകണോ, നമുക്ക് ചോയ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് പണ്ടത്തെ കാലത്ത് പ്രത്യേകിച്ചും, ഇപ്പോഴത്തെ പിള്ളേർ അത്രയും കമന്റ് അടിക്കുന്നതായിട്ട് കുറവാണ്. പക്ഷെ ആ ഒരു ട്രെൻഡ് മാറ്റേണ്ട സമയമായി. ഐ ഫീൽ അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ പിള്ളേർ ഒരുപാട് അനലൈസ് ചെയ്ത് കുറച്ചും കൂടെ വിവരമുണ്ട്. ദേ നോ കൺസെൻസസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. സോ ആൻഡ് വി ഷുഡ് ഓൾസോ കമ്മ്യൂണിക്കേറ്റ്. ഏത് ജനറേഷനിലാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ കൃത്യതയോടുകൂടി നമുക്ക് പറയാം. നടക്കൂല, ഓടൂല, നോ, ആ സൈസ് എടുക്കില്ലെന്ന് പറയും ആരും വന്നു കഴിഞ്ഞാൽ. സി ക്ലിയർ ആയിട്ട് പറയാൻ പല സിറ്റുവേഷൻസിലും ആ സിറ്റുവേഷൻ ചിലപ്പോൾ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല. നമുക്ക് ഒരാളുടെ കഥ കേൾക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞൂടെ അങ്ങനെ പറഞ്ഞൂടെ, പക്ഷെ അവരുടെ ഇമോഷണൽ സ്റ്റേറ്റ് ചിലപ്പോൾ അതായിരിക്കും. പക്ഷെ നമുക്കൊരു സ്വന്തം ക്ലാരിറ്റി ഉണ്ട്. ഐ എം ഹിയർ ഫോർ മൈ ടാലന്റ്. ദർ ഇസ് നോ ബാർഗെയിൻ. അല്ല, എൻ്റെ വേറെ സംഭവം ഈ ഇപ്പോൾ സന്ധ്യ മാഡം പറഞ്ഞ പോലെ തന്നെ രക്ഷപ്പെടാമായിരുന്നു. ഇപ്പോൾ സൂര്യനെല്ലി പെൺകുട്ടിയുടെ കേസിൻ്റെ വരുമ്പോൾ ജഡ്ജി പറഞ്ഞത് ആ കുട്ടിക്ക് ഓടി രക്ഷപ്പെടാമായിരുന്നു എന്നാണ്. അങ്ങനെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് അവതരിപ്പിച്ചത്. ഇപ്പൊ സിനിമാ മേഖല ഈ ദുരനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോഴും നോ പറയാമായിരുന്നു, എതിർക്കാമായിരുന്നു. അത്തരം സാഹചര്യങ്ങളിലാണ് ഒരു പക്ഷെ അവരങ്ങനെ പെട്ടുപോയത് അല്ലേ? ഈ വാഗ്ദാനങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടാവും. അതൊരു ഗ്രേ ഏരിയ ആണ് സർ. ഇപ്പൊ നമ്മൾ പറയാണ് അവര് പെട്ടുപോയി, അവർക്കത് പെട്ട പോലെ തോന്നും. അതേപോലെ തന്നെ ആ ആണിന് തോന്നിയിട്ടുണ്ടാവും ഇവർക്ക് വിരോധമില്ല, സമ്മതമാണെന്ന് തോന്നിക്കാണും. ഇപ്പൊ നമ്മള് അത് തുറന്ന് എനിക്കിതിൽ താല്പര്യമില്ല അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് ക്ലിയർ ആയിട്ട് കാണിക്കാമായിരുന്നു. പക്ഷെ അവരുടെ ഒരു മാനസികാവസ്ഥയിൽ അവരത് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഒരു അവസരത്തിനായിരിക്കാം, ചിലപ്പോൾ ആ സിറ്റുവേഷനിലായിരിക്കാം, ചിലപ്പോൾ പേടി കൊണ്ടായിരിക്കാം, വട്ട് എവർ ഇറ്റ് ഈസ്. ആ പുരുഷന്റെ ഭാഗത്തുനിന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇവരെൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, മൗനം സമ്മതം. അപ്പോൾ നമുക്ക് ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് നമ്മളിരുന്ന് ഇതിനെ കൂടുതൽ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഇൻസിഡന്റ് കൂടുതൽ വൃത്തികേടാവുന്നത്, അതും ഇത്ര വർഷങ്ങൾക്ക് ശേഷം. പക്ഷെ ഇത്തരം കാര്യങ്ങൾ വെളിയിൽ വന്ന് ഇതിനൊരു ഡിഗ്നിറ്റി പരമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ എല്ലാ സിനിമ മാത്രമല്ല എവ്രി ലെവൽ ഓഫ് ലൈഫ്, എവ്രി തിങ്കിങ് ഓഫ് മെൻ ആൻഡ് വിമൻ ഷുഡ് ചേഞ്ച്. അത് എല്ലാവരും ഓരോരുത്തരും എഫേർട്ട് ഇട്ടാൽ. സ്ത്രീയുടെ ഒരു സഹായതയാണ് പലപ്പോഴും ഇതിനെ ചൂഷണത്തിന് വിധേയമായി. ഒരുപാടൊന്നും പറയുന്നില്ല, പക്ഷെ ഇഫ് യു ആർ ക്ലിയർ അബൌട്ട് ഹൂ യു ആർ, എനിക്ക് ദൈവം സഹായിച്ച് നൃത്ത മേഖലയിലും അത്തരം പിന്നെ അയ്യോ അതൊക്കെ ഒന്ന് പറയാന്നല്ലേ, കേൾക്കാൻ രസം കൊണ്ടാണ് പറയാ. അടുത്ത ടൈറ്റിൽ ഒരിക്കലുമില്ല. സി ഇതെല്ലാം എന്നെ സംബന്ധിച്ചോളം ഇതെല്ലാം എൻ്റെ ലേണിംഗ് കർവ് ആണ്. ഇന്നിപ്പോൾ എനിക്കൊരു പോലീസുകാരുടെ ലുക്ക് ഉണ്ടെങ്കിൽ അത്
അങ്ങനെ ബാറ്റിൽ ചെയ്ത് വന്നുകൊണ്ട് മാത്രമാണ്. അതെ ആദ്യമേ തൊട്ട് എൻ്റെ ലുക്കിൽ തന്നെ ഉണ്ട്, ഡോണ്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്, അതെ ക്ലിയർ ആയിട്ടുണ്ട്. അത് എങ്ങനെ വ്യാഖ്യാനിച്ചാലും എനിക്ക് തന്നെ അറിയാം, അതെ ബിക്കോസ് ഐ എം പ്രൊജക്ടിങ് ദാറ്റ്. എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, ഡോണ്ട് കം വിത്ത് നോൺസെൻസ്, ഇറ്റ്സ് നോട്ട് ഗോൺ വർക്ക്. അത് പ്രൊജക്റ്റ് ചെയ്തിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറയുകയും ചെയ്യും, എനിക്ക് താല്പര്യമില്ല. അത് ഞാൻ വലിയ പ്രൗഡായിട്ടൊന്നുമല്ല, അതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. കാര്യം അത്രയും മെസ്സേജസും അത്രയും സാധനങ്ങളും ഒക്കെ വന്നപ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതാണോ രീതി? നമ്മുടെ സിനിമയിലല്ല, എനി ഫീൽഡ് എനി ഫീൽഡ് നമ്മൾ എവിടെയൊക്കെ വർക്ക് ചെയ്തു, ഞാൻ എവിടെയൊക്കെ വർക്കിന് പോയിട്ടുണ്ടോ അവിടെ 1-2 പ്രാവശ്യമെങ്കിലും 1-2 പേരെങ്കിലും ഒരു ശ്രമം നടത്തും. അതേപോലെ തന്നെ അതിൽ നിന്ന് നല്ല ഫ്രണ്ട്സും വരും. നമ്മൾ ക്ലിയർ ആയിട്ട് കാര്യം പറയുന്നത്, സി ഐ ക്യാൻ ബി എ ഫാന്റാസ്റ്റിക്, ഞാൻ ഉഗ്രം കമ്പനിയാണ്, ഐ എം എ ബ്യൂട്ടിഫുൾ ലിസണർ, ഐ ക്യാൻ ബി എ ഗ്രേറ്റ് ഫ്രണ്ട്, ഐ ഡോണ്ട് എക്സ്പ്ലോർ ദ ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ നല്ല ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് എ ബാർഗെയിനബിൾ തിങ് അറ്റ് ഓൾ. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ബോത്ത് മെൻ ആൻഡ് വിമൻ അലൈക്ക്. ആൻഡ് അതിനൊരു ഡിഗ്നിറ്റി ഉണ്ട്. പിന്നെ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ട് അതിങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ഇതിൽ മാനപ്രശ്നം അങ്ങനെയൊന്നുമല്ല. ഇഫ് ഇറ്റ് ഇസ് അൺഫെയർ, യെസ് യു നീഡ് ടു കം ഔട്ട് ആൻഡ് ടോക്ക് അബൌട്ട് ഇറ്റ്. പക്ഷെ ആ അൺഫെയർ ആൾക്കാരാണോ ഇപ്പൊ സംസാരിക്കുന്നത്? ഐ ഡോണ്ട് നോ, അറിയില്ല. സി ദ തിങ് ഈസ്, നമ്മളിപ്പോൾ ഒരു ഇൻഡസ്ട്രിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളൊരു കൾച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളൊരു സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. വി ആർ ഓൾ വെരി പ്രൗഡ് ടു സേ ദറ്റ് വി ആർ മലയാളീസ്. ഇപ്പം വിഷു ടൈമിൽ ഞാൻ ബോംബെ പോയിരുന്നു. ഞാൻ ജസ്റ്റ് കാസ്റ്റിംഗ് കമ്പനീസിലേക്ക് നടന്നു പോയപ്പം അവർ കാസ്റ്റിംഗ് ഡയറക്ടർ തന്നെ വന്ന് വിളിച്ച് കൊണ്ടുപോയി. മലയാളം ഇൻഡസ്ട്രി, ഹൗ മെനി മൂവീസ് ഹാവ് യു വർക്ക്ഡ്? ഐ മീൻ ഐ ഹാവ് അറ്റംപ്റ്റഡ് അബൌട്ട് 10 movies now. 10 movies, ഓ പ്ലീസ് കം. ഭയങ്കര റെഡ് കപ്പ്. ഇപ്പോൾ എനിക്കത് കിട്ടുമോ എന്നുള്ളത് സംശയമുണ്ട്. ബിക്കോസ് എവ്രിബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. ആൻഡ് അത്രമാത്രം സംസാരിക്കാൻ അവിടെ ഒന്നും നടക്കണില്ല. ഓഫ് കോഴ്സ് നടക്കുന്നുണ്ടാവും. സോ മലയാള സിനിമയെ ഇങ്ങനെ നശിപ്പിക്കുക എന്ന രീതിയിൽ മാധ്യമ സൃഷ്ടിയാണോ ഈ കാണുന്ന വിഷയങ്ങൾ? മാധ്യമങ്ങൾ ഇത്തിരി ഓവർ ആക്കിയില്ലേ എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് ഒരുപാടുണ്ട്. പിന്നെ ഇപ്പൊ ഈ ദുരനുഭവങ്ങൾ പങ്കുവെക്കുന്ന അവരെല്ലാം ശരിയാണ്, അവരുടെ അനുഭവങ്ങളെ നിവിൻ പോളിയുടെ കേസ് അടക്കാൻ വരുന്നുണ്ടല്ലോ. അല്ല സർ, ഇതിന്റെ ഓത്തന്റിസിറ്റി എന്താണ്? ഇപ്പോൾ ഒരു ക്യാമറയുണ്ട്, സാർ ഉണ്ട്, യു ആർ ആസ്കിങ് മീ ക്വസ്റ്റ്യൻസ്, എനിക്ക് ഇവിടെ ഇരുന്ന് എന്തും പറയാം. ബട്ട് വാട്ട് ഈസ് യുവർ ഓത്തന്റിക്, വാട്ട് ഈസ് യുവർ ഡേറ്റ ദാറ്റ് ഐ എം ടെല്ലിംഗ് ദ ട്രൂത്ത്? ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് ഒരു കൺസിഡറേഷനും തരില്ലേ ആരാണെങ്കിലും. ഐ കാൻ ജസ്റ്റ് കം ആൻഡ് ടെൽ യു ഒരു 2-3 പേരുകൾ വിളിച്ചു പറഞ്ഞിട്ട്, ഇഫ് ഐ വോണ്ട് എ പ്രോപ്പർ ആൻസർ ഐ ഷുഡ് ഗിവ് യു ആൻ ഓത്തന്റിഫിക്കേഷൻ ലൈക്ക് ദിസ് ഹാപ്പൻഡ്. ഇപ്പോൾ ആരോപണ വിധേയരായ താരങ്ങൾക്ക് കിട്ടുന്ന പരിഗണന സാധാരണ മനുഷ്യന് കിട്ടാറില്ല. ഇപ്പൊ നാട്ടിൻപുറത്ത് ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ ഇതുപോലൊരു വിഷയത്തിൽ പെട്ടുപോയുടെ അവസ്ഥ ഓർത്ത് വയ്ക്കും. നിങ്ങളത് ന്യൂസാക്കും, ന്യൂസാകും, പക്ഷെ ആ മനുഷ്യന്റെ ജീവിതം കൊളവാകും. ഈ പറഞ്ഞ എല്ലാ നിയമ കാര്യങ്ങളും അയാൾക്ക് എതിരായിട്ട് വരും, അകത്ത് പോകും. സിനിമാക്കാരുടെ ഒരു പ്രിവിലേജ്, അതിന്റെ പരിഗണന അവരങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ ഈ സാധാരണക്കാരനെ കണ്ടിട്ടില്ല, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് എനിബഡി ഷുഡ് ഹാവ് എ സ്പെസിഫിക് പ്രിവിലേജ്. പക്ഷേ ഒരു സിനിമാക്കാരനെ നമ്മൾ പറയുമ്പോൾ ആ സിനിമാക്കാരൻ പ്രതിനിധീകരിക്കുന്ന, ആ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്രയും ആൾക്കാരും ആ കാറ്റഗറി പെട്ടു. അപ്പോൾ ഇഫ് ഹി ഈസ് നോട്ട് ഡൺ എ മിസ്റ്റേക്ക് ദെൻ ഹി ഷുഡ്. പക്ഷെ ഇഫ് ഹി ഈസ് ഡൺ എ മിസ്റ്റേക്ക് ഇറ്റ് ഇസ് എ ലെസൺ. അപ്പോൾ ഒരു സിനിമ, നമ്മളിപ്പോൾ ഒരു സിനിമ നോക്കിയിട്ട് ആ ഒരു ഇൻഡിവിജ്വലിനെ മാത്രമല്ല, ആ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൽ ഒരുപാട് സിനിമാക്കാർ ദേ ഹാവ് ട്രൈ ടു മെയിൻറ്റെയിൻ ദാറ്റ് ഡിഗ്നിറ്റി ഓഫ് ദ പൊസിഷൻ. ബിക്കോസ് അവരെ ആ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് എന്തെന്നാണ്, അവർ വർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അവരിലേക്ക് ഇതായി അല്ലേ, അതായത് ദേ ആർ റെപ്രസെൻറ്റിങ് സർട്ടൻ സെറ്റ് ഓഫ് പീപ്പിൾ. ഇപ്പം രജനീകാന്ത് ഫാൻസ് എന്ന് പറയുമ്പോൾ രജനീകാന്തിനോട് ആകർഷിതമായ കുറേ ആൾക്കാരുണ്ട്. ആൻഡ് പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ അതൊരു വലിയ വാല്യൂ ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ആക്ടേഴ്സ് എന്ന് പറയുമ്പം അവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം സിനിമാക്കാരനായതുകൊണ്ടൊരു പ്രിവിലേജ് കിട്ടിപ്പോയി. പക്ഷെ അവിടെ ജുഡീഷ്യൽ സിസ്റ്റം ഇസ് അൺബയസ്ഡ് ഓർ ഷുഡ് ബി അൺബയസ്ഡ്. അവിടെ സിനിമാക്കാരനോ സാധാരണക്കാരനോ ജുഡീഷ്യൽ സിസ്റ്റത്തിനില്ല.
ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവാൻ പാടില്ല. സോ പ്രിവിലേജസ് എന്ന് സാറ് പറയുന്ന കാര്യങ്ങൾ ഷുഡ് ബി ടേക്കൺ ഫ്രം ദി അതർ ആംഗിൾ. നമ്മൾ കാണുന്ന കാഴ്ചയിൽ തുല്യത ഇല്ലെന്നുള്ളതാണല്ലോ. നിയമ സംവിധാനങ്ങൾ പോലും ഈ ഭരണകൂടം പോലും ഈ പറഞ്ഞ താരങ്ങൾക്ക് വലിയ പരിഗണന കൊടുക്കാറുണ്ട്. സാധാരണ മനുഷ്യൻ വേട്ടയാടപ്പെടുമ്പോൾ താരങ്ങൾ വളരെ കൂളായിട്ട് പൊടിയും തട്ടി പോവല്ലേ. എന്ത് തന്നെ ആയാലും ഇപ്പോൾ ഈ സിനിമയിൽ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ സിനിമയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കും, അങ്ങനെ വിശ്വാസമുണ്ട്. സിനിമയെ ബാധിക്കാൻ പാടില്ല ഇൻ എ നെഗറ്റീവ് വേ, ബിക്കോസ് നമ്മൾ ഏറ്റവും നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. സ്ക്രിപ്റ്റ് ആണെങ്കിലും ദ വേ വി ആർ മേക്കിംഗ് ദ മൂവീസ് ആൻഡ് ഓൾ ദാറ്റ്, ഇറ്റ്സ് ലൈക്ക് ബ്രില്യൻറ്റ്. അതിൻ്റെ ഒരു ഭാഗമാവാൻ ഈ സമയത്ത് എനിക്ക് പറ്റിയത് ഐ എം വെരി ഹാപ്പി. എന്താ വെച്ചാൽ അത്രയും നല്ല ഫിലിംസും അത്രയും നല്ല മേക്കിങ്ങും അത്രയും നല്ല തോട്ട്സാണ് സിനിമയിൽ കൂടെ വരുന്നത്. അപ്പം നമ്മുടെ കണ്ണ് കിട്ടിയതായിരിക്കും ഒരു പക്ഷെ. എന്താ വെച്ചാൽ നമ്മുടെ സിനിമ ബിക്കോസ് ഇന്റർനാഷണലി വി ആർ ബീങ് വാച്ച്ഡ്, ഇന്റർനാഷണലി വി ആർ ബീങ് പ്രൈസ്ഡ്. പക്ഷെ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഈ വിഷയമാണ്. അത് നിങ്ങൾ കാരണമാണ്. ലോക നിലവാരത്തിലേക്ക് മലയാള സിനിമ ഉയർന്നു. അതുപോലെ തന്നെ സി ഇഫ് ഈ ഒരു ഇഷ്യൂ if it can form a more professional dais for Malayalam industry, I think that is the best thing it can happen. In the process കുറച്ച് അലമ്പുണ്ടായി, ബട്ട് ഈവൻ ദെൻ ആഫ്റ്റർ ദിസ് ഈ ഹേമ കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഹേമ കമ്മീഷൻ വായിക്കാൻ പറ്റിയായിരുന്നു? മുഴുവനൊന്നും വായിച്ചില്ല, പക്ഷേ ഓൾമോസ്റ്റ് അറൗണ്ട് വായിച്ചു. ഒരു ചെറുതെന്ന് വായിച്ചു അല്ലേ? അതെ. എന്ത് തോന്നി വായിച്ചിട്ട്? സി നമ്മൾ ഒരു കാര്യം മാത്രം എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു സീം ഇപ്പം എന്താണ് ഈ കില്ലിംഗ് വേസ്റ്റ് അല്ലെങ്കിൽ ക്രിമിനൽ ടൈപ്പുള്ള ബുക്സ് എടുത്ത് വായിക്കുകയാണെങ്കിൽ ആ ബുക്കിന്റെ ഏത് പേജ് എടുത്ത് വായിച്ചാലും നമ്മൾ നായിപ്പോകും. അതുപോലെ തോന്നിപ്പോയി. അങ്ങനെ അത്രയും തോന്നിയില്ല, എന്നാലും ഐ ഫെൽറ്റ് ഓക്കെ ഇറ്റ് ഈസ് അഡ്രസ്സിങ് എ വെരി സീരിയസ് ഇഷ്യൂ. ഇത്രയും ഉണ്ടോ? സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ എന്ന രീതിയിൽ പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്, സാധാരണ നാട്ടിൻപുറത്തുകാരി അല്ല. ഈ മേഖല കലാരംഗത്തൊക്കെ നിശോഭിച്ചിരിക്കുന്ന ആളാണ്. ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് തന്നെ സ്ത്രീകളുടെ ഒരു വലിയ ദുരന്ത മുഖത്തെയാണ് ചിത്രീകരിക്കുന്നത്, യാഥാർത്ഥ്യങ്ങളെയാണ് കാണിക്കുന്നത്, സംഭവങ്ങളെയാണ്. അപ്പൊ ഞെട്ടലല്ലേ ശരിക്കും ഉണ്ടാകേണ്ട വായിച്ചു കഴിയുമ്പോൾ? ഞാനൊരു സ്ത്രീയല്ലേ. ഞെട്ടിയില്ല. അതെന്താ ഞെട്ടാ? കാര്യം നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഞാൻ മലേഷ്യയില് ഒരു NGO നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ആ NGO വാസ് ഫോർ അബ്യൂസ്ഡ് ഗേൾസ്. ആ കുട്ടികൾ വന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഇതിൽ കൂടുതൽ ഞെട്ടലാണ്. സ്വന്തം വീട്ടിൽ നിൽക്കുന്ന അമ്മാവനും അച്ഛനും ഒക്കെയാണ് അവരെ അബ്യൂസ് ചെയ്തേക്കണം. സോ അതൊന്നും കാണാത്ത ഒരാളല്ല ഞാൻ. ആൻഡ് ഇൻഡസ്ട്രി ഈസ് നോ ഡിഫറെന്റ്. എവിടെയും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ വീണ്ടും ആൺ പെൺ കാര്യങ്ങൾ വർത്താനം പറയേണ്ടി വരും. ഇറ്റ്സ് ലൈക്ക് വൈ ആർ മെൻ ലുക്കിംഗ് അറ്റ് വിമൻ ആസ് ദാറ്റ്. പക്ഷെ നമ്മൾ അവിടെ നിന്നൊന്ന് താണ്ടി ലെറ്റ് us see the intelligence part of it and let us see the capacity and skill part of it എന്നുള്ളൊരു തലത്തിൽ ചിന്തിപ്പിക്കാൻ നോക്കുകയാണ് എല്ലാവരെയും. സി സ്ത്രീ ആണെങ്കിലും യു ഷുഡ് നോട്ട് ബി യൂസിങ് എനിത്തിങ് ഫോർ എനിത്തിങ് എൽസ്. അതുകൊണ്ട് സോ ദിസ് ഇസ് നോട്ട് എ ബാർഗെയിൻ. നിങ്ങൾ എനിക്കിത് തന്നാൽ ഞാൻ അത് തരാം. നോ, there is no bargain. വേണ്ട, വേറെ ആളെടുത്തോളൂ. പക്ഷെ നിങ്ങൾ എനിക്ക് ഓഡിഷൻ തരും. ഓഡിഷൻ ഇഷ്ടമായില്ലെങ്കിൽ ഞാനിപ്പം ആഡ്സിന് എന്തോരം ഓഡിഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഫിലിംസിന് എത്ര ഓഡിഷൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒരു വിരോധമില്ല, ബിക്കോസ് ദാറ്റ് ഷോസ് ദാറ്റ് ഡയറക്ടർ ഓർ ദാറ്റ് ടീം വാണ്ട്സ് ടു സീ വെദർ യു വിൽ ഡു യുവർ വർക്ക്. അതേപോലെ ഡബിങ്ങിന് പോയി നിൽക്കുമ്പോൾ സന്ധ്യ എനിക്കിത് ശരിയായില്ല, കുറച്ചും കൂടെ സോറി കേട്ടോ. സർ പ്ലീസ് ഡോണ്ട് ടെൽ മീ സോറി. ഞാൻ ഡബ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. സാറിന് 100 പ്രാവശ്യം തൃപ്തികരമാണ് അത്രയും പ്രാവശ്യം ഞാനത് റിപ്പീറ്റ് ചെയ്യും, ഒരു മടുപ്പില്ലാതെ. ബിക്കോസ് ദാറ്റ്സ് മൈ കമ്മിറ്റ്മെന്റ് ടു വർക്ക്. കലാകാരുടെ കമ്മിറ്റ്മെന്റ് ആണ് അല്ലേ? നിർബന്ധമില്ല, അല്ലാതെയും കേട്ടിട്ടുണ്ട്. ഞാൻ ഇത്രയും ചെയ്തില്ല, അത് നന്നായിട്ടുണ്ടാവും, മതി എന്ന് പറയുന്ന ഒരു എൻടൈറ്റിൽമെന്റ് ആൾക്കാർക്ക് വരാം. ഇപ്പൊ ഞാൻ ഈവൻ ഡാൻസ് പ്രാക്ടീസിന് പോയാലും എത്ര പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്യും ഇപ്പോഴും. ഞാൻ ഇതൊക്കെ ഞാൻ സ്റ്റേജിൽ ചെയ്തോളാം ഒരിക്കലും പറയില്ല. ചെയ്യാം ഒരാഴ്ച കൊണ്ട് ചെയ്യാം. ഒന്നാമത് ഡാൻസർ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അടുത്ത എനിക്ക് തോന്നുന്നു സിനിമ ഇൻഡസ്ട്രി കഴിഞ്ഞാൽ അടുത്ത ഇൻഡസ്ട്രി ടു ലുക്ക് ഫോർ ദിസ് ഡാൻസേഴ്സ്. പക്ഷെ അത് അവിടെയും
അവിടെ എൻ്റെ വോയിസ് ഞാൻ കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എന്തിനാണ് വിളിക്കുന്നത്, ഓപ്പർച്യൂണിറ്റി തരാം, ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സാധനം വെച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫോർ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഞാൻ ഒരു പേയ്മെന്റ് മേടിക്കാതെ ഇങ്ങനെ ഡാൻസ് ചെയ്യുമായിരുന്നു. അത് ആഫ്റ്റർ എ വൈൽ നമ്മൾ എന്ത് ഈ ഓപ്പർച്യൂണിറ്റി, പിന്നെ ഇവർ കോഫിക്ക് വിളിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് ഐ ടേക്ക് യു ദെയർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒഴിവാകും. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെറുതെ ഇതാ ഒരു റൈഡാണെന്ന്. അപ്പോൾ ഞാൻ വെച്ചിരുന്നു ഇനി പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഞാൻ ഡാൻസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ആ ഒരു വോയിസ് എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരുന്നു. ആൻഡ് മെസ്സേജസ് വരിക, പ്രതീക്ഷിക്കാത്ത ആൾക്കാരുടെ അടുത്ത് മെസ്സേജസ് വരിക, അത് കഴിഞ്ഞ് അവരുടെ പേരൊക്കെ മീറ്റൂലൊക്കെ കാണുക. സോ ആ പ്രോസസ്സ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കതിന്റെ ഭാഗമാവാൻ എനിക്ക് അത്രയും എന്നെ ഇമ്പാക്ട് ചെയ്ത ഇഷ്യൂസ് ഒന്നും വന്നില്ല, ദൈവം സഹായിച്ചു. അതിന് മുമ്പേ ഞാൻ, അത് എൻ്റെ കഴിവുകൊണ്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ദൈവം സഹായിച്ച് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കും ആയില്ല. ആൻഡ് എനിക്ക് അങ്ങനെ ഓടി രക്ഷപ്പെടേണ്ട അവസരങ്ങൾ വന്നില്ല. അതിന് മുമ്പേ ഞാൻ ക്ലിയർ ആയിട്ട് ഇൻഡിക്കേഷൻസും, നമുക്ക് ചിലപ്പം ചില സാഹചര്യത്തിൽ നമുക്ക് ഞാൻ അങ്ങനെയല്ല, അങ്ങനത്തെ പ്രിൻസിപ്പിൾ ഒന്നും പറയാൻ പറ്റില്ല, സോറി സർ, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യില്ല. ബിക്കോസ് യു ഡോണ്ട് വാണ്ട് ടു ഒഫെൻഡ് എ പേഴ്സൺ യു വാല്യൂ ഇൻ എ ഡിഫറെന്റ് വേ. അപ്പോൾ ആദ്യം നമ്മളൊന്ന്, പിന്നെ ഐ കംപ്ലീറ്റ്ലി നിഗ്ലക്ട്. അതായത് നമ്മുടെ മനസ്സിലൊരു തീരുമാനം, നിങ്ങൾ എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നില്ലെങ്കിൽ സാരില്ല, അല്ല ഉപദ്രവമൊന്നുമില്ല, എനിക്ക് ഓപ്പർച്യൂണിറ്റി വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. ആ പാക്കേജിൽ ഉപദ്രവം വരാനുള്ള സ്കോപ്പ് ഇല്ല, നമ്മൾ തീരുമാനിക്കണം എനിക്ക് വേണ്ട, സാരില്ല. പിന്നെ സ്ത്രീ കൂട്ടായ്മ WCCയുടെ ഒക്കെ ഈ സിനിമാ താരങ്ങളുടെ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് ഇത്തരം വിഷയങ്ങളൊക്കെ മുഖ്യധാരയിലേക്ക് എത്തിച്ച് പരിഹാര വഴികൾ കണ്ടെത്തുന്നത്. സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ എങ്ങനെ കാണുന്നു? അത് നല്ലത് തന്നെയല്ലേ? ഒരു പുതിയ മാറ്റത്തിന് തുടക്കമിട്ടതിന് പോസിറ്റീവായിട്ട് കാണണ്ടേ? അവരിത് ട്രിഗർ ചെയ്തേക്കുന്നത് നല്ല കാര്യമാണ്, ബിക്കോസ് അതൊരു വോയിസ് ആയിട്ട് മാറി. പക്ഷെ എനിക്ക് തോന്നണില്ല, ഐ ബിലീവ് ഇൻ ഈ പറയുന്ന പോലെ എവ്രിബഡി ഷുഡ് സിങ്ക്രണൈസ് ആൻഡ് വർക്ക് ടുഗെദർ. അതിൽ സ്ത്രീ പുരുഷൻ ഡിഫറൻസ് ചെയ്തു കഴിഞ്ഞാൽ ഇനി നാളെ ഞങ്ങൾ മേധാവികളായാലോ? ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. സ്ത്രീ പറഞ്ഞ പോലെ അമ്മയുടെ അധ്യക്ഷ പദവിയിലേക്ക് വരണം, ചലച്ചിത്ര അക്കാദമിയുടെ പദവിയിലേക്ക് വരണം, അങ്ങനെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് സ്ത്രീ വന്ന പരിഹാരം ഉണ്ടാവുക. ഈ പരിഹാരം എന്നുള്ളതല്ല, ഇഫ് ദേ ആർ എലിജിബിൾ ദേ ഷുഡ് കം. ഞാൻ പറയുന്ന ഒരു സ്ത്രീ ആയോണ്ട് അവർ വരണം എന്നല്ല, അവരുടെ എലിജിബിലിറ്റി, അവരുടെ കഴിവ്, അവർക്ക് ചെയ്യാൻ കാര്യപ്രാപ്തി ഉണ്ടെങ്കിൽ വൈ ഷുഡന്റ് ഷീ കം? It doesn't matter. Who can navigate it to the best of its performance? അതിപ്പോ എൻ്റെ കൂടെ തന്നെ വേറെ സ്ത്രീ ഉണ്ടെങ്കിലും ഞാൻ പറയുന്നത് ഷീ ഈസ് മച്ച് മോർ. പക്ഷെ ഓക്കെ, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഐ എം ബെറ്റർ ദാൻ ഹർ, ഐ വിൽ വോയിസ് ഇറ്റ് ഔട്ട്. ഞാൻ വേണം ആ പറയാനുള്ള ധൈര്യം വേണം, അത് വേണം. അത് അവിടെ ഫൈറ്റ് ചെയ്ത് അയാൾക്ക് കൊടുക്കരുത്, എനിക്ക് തരണം, അങ്ങനെയല്ല. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ വോട്ടിംഗ് ഡെമോക്രസി അല്ലേ, സോ ആ ഒരു റൈറ്റ്, ആ ഒരു അൺബയസ്ഡ് ഫോമാറ്റ് എല്ലാത്തിലും വരും. അതാണ് എൻ്റെ ഒരു പക്ഷം. ഗൗരവമായ ചോദ്യങ്ങളൊക്കെ മാറ്റിയിട്ടേ, സന്ധ്യാമൻ ഇഷ്ടം സാരി പല രീതിയിൽ ഉടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ സാരിയുടെ കളക്ഷൻ ഉണ്ട്. അതെങ്ങനെ സാരി അങ്ങനെ സാധാരണ നാട്ടിൻപുറത്തോ അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും ഒരേ ലൈനിലല്ലേ ഉടുക്കണം? ഇതെങ്ങനെയാണ്, ഇതിന്റെ രീതി എന്താണ്? അത് എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ വർക്കിംഗ് ഫോമാറ്റ്സ് ഇങ്ങനെ മിക്സ് ചെയ്ത് വരും. അപ്പൊ ഞാൻ MC അവിടെ ഹൈ ഡിപ്ലോമാറ്റ് ഇവന്റ്സിന് MC ചെയ്യാറുണ്ട്, അല്ലാത്ത പ്രോഗ്രാംസ് ഡാൻസ് പോയി ചെയ്യാറുണ്ട്. അപ്പം ചില ഇവന്റ്സ് വന്നത് ഒരു ഡാൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് MC ചെയ്യാൻ പോകും. അപ്പൊ അതിന് നമുക്ക് ടൈം കിട്ടില്ല, ഡ്രസ്സ് മാറ്റാനുള്ള ടൈം കിട്ടില്ല, കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് പിന്നെ സാരി പോയി എടുക്കാനുള്ള ടൈമും കിട്ടില്ല. അങ്ങനെ ആവിഷ്കരിച്ചതാണ് കുറെ പുതിയ സ്റ്റൈലുകൾ. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് MC ആയിട്ട് നിൽക്കുമ്പോഴും നമുക്ക് വേറെ ഇഷ്യൂസ് ഇല്ല. ഡാൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് 1-2 ജ്വല്ലറി മാറ്റിയാൽ മതി. അങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു, പിന്നെ അതൊരു സ്റ്റൈലായി. അതിൽ വളരെ സന്തോഷം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. അപ്പം നൃത്തത്തിലും സിനിമയിൽ, മലയാള സിനിമയിൽ പുതിയ പുതിയ കഥാപാത്രങ്ങൾ ചെയ്യട്ടെ, പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്ന കഥാപാത്രം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു.